ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 21. ചേതൻ ലൈബ്രറിയുടെ വാതിൽക്കലിരിക്കുന്ന വിശ്വനെ കണ്ടതും ചിരിച്ചുകൊണ്ട് ഹായ് എന്ന് പറഞ്ഞു. നീയോ? നീ വീണ്ടും വന്നോ? ഇന്നെന്താണോ വന്നത്? ചേതനെ കണ്ടതും വിശ്വൻ ദേഷ്യത്തോടെ ചോദിച്ചു. പുസ്തകം വായിക്കാൻ, അല്ലാതെ പിന്നെ എന്തിനാ ആളുകൾ ലൈബ്രറിയിൽ വരുന്നത്? അവൻ തിരികെ ചോദിച്ചു. ബാക്കിയുള്ള ആളുകള് പുസ്തകം വായിക്കാനാണ് ലൈബ്രറിയിൽ വരുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ നിന്റെ കാര്യം എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ കണ്ടതാ. നിനക്ക് ടൈം പാസിന് പേജ് എണ്ണി കളിക്കാൻ ഇവിടെ പറ്റില്ല. വേറെ വല്ല സ്ഥലത്തും പോയി നിന്റെ ബോറടി മാറ്റി എന്ന് ചേതനെ വിരട്ടുന്നത് പോലെ വിശ്വൻ പറഞ്ഞു. എന്താ മുത്തശ്ശ? മുത്തശ്ശന്റെ സംസാരം കേട്ടാ ഇത് മുത്തശ്ശന്റെ സ്വന്തം ലൈബ്രറി ആണെന്ന് തോന്നുമല്ലോ. ഇത് മാജിക് സ്കൂളിലെ ലൈബ്രറിയാണ്. ഞാൻ മാജിക് സ്കൂളിലെ ടീച്ചറും. ഞാൻ ലൈബ്രറിയിൽ വരുന്നത് തടുക്കാൻ മുത്തശ്ശന് ഒരു അവകാശവും ഇല്ല. ചേതൻ അയാളെ കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് പറഞ്ഞു. മുത്തശ്ശനെന്ന് വിളിച്ചാലുണ്ടല്ലോ. അയാൾ ചൂടായി. ചേതൻ മെല്ലെ വായ് പൊത്തിപ്പിടിച്ച് പേടിച്ച പോലെ അഭിനയിച്ചു. എങ്കിൽ എന്ത് വായിക്കാനാണ് അകത്തേക്ക് പോകുന്നതെന്ന് പറ. ലൈബ്രറിയൻ ആയിരിക്കുന്നിടത്തോളം ഇത് ചോദിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അയാൾ പറഞ്ഞു. ഫൈറ്റിംഗ് സ്ട്രാറ്റജി, ട്രിക്സ്, ഫോർമുല, അങ്ങനെ ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് റെഫർ ചെയ്യാമെന്ന് ഓർത്തു വന്നതാണ്. മതിയോ? അലോസരത്തോടെ ചേതൻ പറഞ്ഞു. ഈ ഫൈറ്റിംഗ് സ്ട്രാറ്റജി ഒക്കെ നീ ഏത് ഡോൺ സ്റ്റേജിലാണോ ഉള്ളത് അതനുസരിച്ച് നിനക്ക് അറിവുള്ളതായിരിക്കണം. അതിന് പറ്റിയ ഫൈറ്റിംഗ് സ്ട്രാറ്റജീസ് നീ പഠിച്ചിട്ടും ഉണ്ടാവണം. ഇത് കേൾക്കുമ്പോ തന്നെ അറിയാം നീ പറയുന്നത് വെറും കള്ളമാണെന്ന്. അതുകൊണ്ട് പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് ചേതനെ അവിടെ നിന്നും ആട്ടി ഓടിക്കാൻ വിശ്വൻ ശ്രമിച്ചു. ചേതൻ ഇതിനു മുമ്പ് ലൈബ്രറിയിൽ വന്നിട്ട് പുസ്തകമൊന്നും എടുക്കാതെയാണ് പോയത്. വിശ്വന് അതുകൊണ്ട് ചേതൻ പറയുന്നതിൽ ഒട്ടും തന്നെ വിശ്വാസമില്ലായിരുന്നു. അയാൾ എങ്ങനെയും ചേതനെ അകത്ത് കയറ്റില്ല എന്നതിൽ തന്നെ ഉറച്ചു നിന്നു. പറയുന്നത് വിശ്വസിക്കേ, ഞാൻ ശരിക്കും വായിക്കാൻ തന്നെ അകത്തേക്ക് പോകുന്നത്. ചേതനും വിശ്വനും തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതെ ഞാൻ അകത്തേക്ക് പോകുവാണേ, കുറച്ച് വായിക്കാനുണ്ട് എനിക്ക് എന്നൊരു സ്ത്രീ ശബ്ദം കേട്ടു. ചേതൻ തിരിഞ്ഞു നോക്കുമ്പോൾ സുന്ദരിയായ ശിവന്യയാണ് കണ്ടത്. അവൾ സുന്ദരി മാത്രമല്ല, നല്ലൊരു അധ്യാപിക കൂടിയായിരുന്നു. തന്റെ ചെറിയ പ്രായത്തിൽ തന്നെ ടോൺ 5 സ്റ്റേജിൽ എത്തിയിരുന്നു അവൾ. അതുകൊണ്ട് ശിവന്യയോട് അവിടെയുള്ള എല്ലാവർക്കും ഒരു ബഹുമാനമുണ്ടായിരുന്നു, വിശ്വന് പ്രത്യേകിച്ച്. ഓ മാഡമോ? മാഡം ചെല്ല് എന്ന് വിശ്വൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. താങ്ക്സ് അങ്കിൾ എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് പോകാൻ ഒരുങ്ങിയതും വിശ്വൻ ചേതനെ നോക്കി. ചേതൻ ശിവന്യയെയും. ചേതൻ ഈ സ്കൂളിലെ തന്നെ മോശമായൊരു ടീച്ചറും എലിജിബിലിറ്റി ടെസ്റ്റിൽ 0 വാങ്ങിയ ഒരാളുമായതുകൊണ്ട് അവൻ മറ്റുള്ളവരുമായി അധികം ഇടപഴകി കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരുടെ മുമ്പിലും ധൈര്യമായി സംസാരിക്കാൻ അവൻ അറിയില്ല എന്നാണ് ശിവന്യ കരുതിയിരുന്നത്. ഇപ്പോഴത്തെ ചേതന്റെ മാറ്റം അവളെ ആശ്ചര്യപ്പെടുത്തി. എന്താ അങ്കിളി കാണിക്കുന്ന ന്യായമാണോ? എന്നെ അകത്തേക്ക് വിടില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അതേ ശിവന്യ വിടുന്നോ? വിശ്വന്റെ നേരെ തിരിഞ്ഞ് തന്റെ പുരികം ഉയർത്തിക്കൊണ്ട് ചേതൻ ചോദിച്ചു. അത് കേട്ടതും, മാഡം നിന്നെ പോലെ ഇവിടെ കളിക്കാനല്ല വരുന്നത്, പുസ്തകം വായിക്കാനാണ്. വിശ്വൻ പൊട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് ലൈബ്രറിയിൽ ആരാ കളിക്കാൻ വേണ്ടി വരുന്നത്? കളിക്കാനായിട്ട് അവിടെ ആകെ പുസ്തകം മാത്രമല്ലേ ഉള്ളൂ, വേറെന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ചേതൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. വേറെ ആരും കളിക്കില്ല, പക്ഷെ നീ ചെയ്യും. വെറുതെ അകത്തുള്ള റാക്കിന്റെ ചുറ്റും കിടന്ന് കറങ്ങി നീ വായിക്കുവാണെന്ന് കാണിച്ച ആളുകളെ പറ്റിക്കലല്ലേ നിന്റെ പണി എന്ന് വിശ്വൻ ചോദിച്ചതും ശിവന്യക്ക് ചിരി വന്നു. എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ശരി, ഞാൻ പോവാ എന്ന് പറഞ്ഞ് ചേതൻ പോകാനായി തിരിഞ്ഞതും, അങ്കിൾ ചേതൻ പുസ്തകം വായിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെ ചോദിക്കുന്നേ? അവനോട് എന്തിനിങ്ങനെ പറയുന്നേ? ഒരു പ്രൊഫസറെ അങ്കിൾ അകത്ത് വിടാതെ പറഞ്ഞയക്കുന്നത് കണ്ട അങ്കിളിനെ കുറിച്ച് ആളുകൾ എന്ത് പറയും? ചേതനെ പോകാൻ സമ്മതിക്കാതെ ശിവന്യ പറഞ്ഞു. മാഡം പറയുന്നതും ശരിയാണ്. അയാൾ ചിന്തിച്ചു. ഇവിടെ നോക്ക്, നിനക്കകത്ത് പോവാം എന്ന് വെച്ച് അവിടെ വെറുതെ പേജിന് എണ്ണമെടുത്തിരിക്കുന്നത് ഞാൻ കണ്ട നിന്നെ ഞാൻ തൂക്കിയെടുത്ത് വെളിയിലിടും, മനസ്സിലായോ? വിശ്വൻ ചേതനെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. മനസ്സിലായി, എല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് ചേതൻ വേഗം അകത്തേക്ക് കയറി. അവൻ ശിവന്യയുടെ അടുത്ത് ചെന്ന് അവളോട് താങ്ക്സ് എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞ് അവളെ കടന്നുപോയി. ഈ സന്ദർഭം മുതലാക്കി ചേതനോട് സംസാരിക്കാനിരിക്കുകയായിരുന്നു ശിവന്യ. എന്നാൽ ചേതൻ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ പോയത് അവളെ ആശ്ചര്യപ്പെടുത്തി. സത്യത്തിൽ സുന്ദരിയായ ശിവന്യയോട് സംസാരിക്കാൻ
ഒരു ചാൻസ് നോക്കി നടക്കുന്നവരാണ് അവിടെ കൂടുതലും. അങ്ങനെയുള്ളപ്പോൾ അവസരം കിട്ടിയിട്ടും മൈൻഡ് ചെയ്യാതെ പോകുന്ന ചേതനെ കണ്ടതും അവളൊന്ന് ചെറുതായി അത്ഭുതപ്പെട്ടു. ഈ ലൈബ്രറിക്കുള്ളിലൊന്ന് കേറിക്കെട്ടാൻ എന്തൊരു പാടാണ്. ആ കിളവന് എന്നെ കണ്ണി കണ്ടുടന്ന് തോന്നുന്നു. ഇത്തവണ എങ്ങനെയൊക്കെയോ കേറിപ്പറ്റി. ഇനി അടുത്ത തവണ എന്തു ചെയ്യും എന്ന് റാക്കിലേക്ക് നോക്കി നിന്ന് ചേതൻ പിറുപിറുത്തു. എന്തുകൊണ്ടാണ് വിശ്വൻ തന്നെ മാത്രം ഈ ലൈബ്രറിക്കുള്ളിൽ കടത്തി വിടാത്തത് എന്ന് ചെയ്യായിരുന്നില്ല. ഇന്ന് ശിവന്യയുടെ സഹായം കൊണ്ട് കയറി. ഇനി ഒരുപക്ഷെ കയറാൻ പറ്റിയെന്നിരിക്കില്ല എന്നുള്ളത് കൊണ്ട് ഇന്ന് തന്നെ ഈ ലൈബ്രറിയിലെ എല്ലാ പുസ്തകവും തന്റെ ഉള്ളിലുള്ള ഇൻവിസിബിൾ ലൈബ്രറിയിൽ സ്റ്റോർ ചെയ്യാൻ ചേതൻ തീരുമാനിച്ചു. അങ്ങനെയെങ്കിൽ ഇനി ഒരിക്കലും ഈ ലൈബ്രറിയിലേക്ക് വരേണ്ടി വരില്ല എന്നവൻ കണക്കുകൂട്ടി. ഓരോ പുസ്തകവും കയ്യിലെടുത്ത് വേഗത്തിൽ അതിന്റെ പേജുകൾ മറിക്കാൻ തുടങ്ങി. മാജിക് സ്കൂളിന്റെ ലൈബ്രറിയിൽ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അവ മുഴുവൻ വായിച്ചു തീർക്കുന്നത് ഒരുവൻ അവന്റെ ജീവിതകാലം മുഴുവനും ലൈബ്രറിയിൽ ഇരുന്നാലും നടക്കാത്ത കാര്യമാണ്. എന്നാൽ ചേതന് തന്റെ ഉള്ളിലെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് അത് വെറും നിസ്സാരമായി ചെയ്യാൻ സാധിച്ചു. അവൻ പുസ്തകമെടുത്ത് അതിന്റെ പേജുകൾ മറിച്ചു പോകുന്നതിനനുസരിച്ച് അവന്റെ ഉള്ളിലെ ലൈബ്രറിയിൽ ആ പുസ്തകത്തിന്റെ ഓരോ കോപ്പി വീതം സേവ് ആവാൻ തുടങ്ങി. ചേതന് തന്റെ ഉള്ളിലെ ലൈബ്രറി ഈ പുസ്തകങ്ങളെല്ലാം ലളിതമാക്കി തരുമെന്ന വിശ്വാസമുള്ളതുകൊണ്ട് അവൻ അതൊന്ന് വായിച്ചു പോലും നോക്കാതെ ഒരു കൈകൊണ്ട് വേഗത്തിൽ പേജുകൾ മറിച്ച് മറു കൈകൊണ്ട് നോക്കിക്കഴിഞ്ഞ പുസ്തകങ്ങൾ റാക്കിലേക്ക് വെച്ചു. അങ്ങനെ പേജ് മറിക്കുന്ന ശബ്ദവും എടുത്ത പുസ്തകം തിരിച്ചു വെക്കുന്ന ശബ്ദവും അടുത്തടുത്ത് ആ ലൈബ്രറിയിൽ മുഴങ്ങിക്കേട്ടു. ചേതൻ പേജ് മറിക്കുന്ന ശബ്ദം പുറത്തിരിക്കുന്ന വിശ്വന്റെ ചെവിയിൽ എത്തിയതും അയാളിൽ അത് അലോസരം നിറച്ചു. തുടങ്ങി അവന്റെ എന്ന് പറഞ്ഞ് അയാൾ പല്ല് കടിച്ചുകൊണ്ട് ലൈബ്രറിയുടെ അകത്തേക്ക് കയറി ചേതൻ എന്താ ചെയ്യുന്നതെന്ന് ഒളിഞ്ഞു നോക്കി. അയാൾ കണ്ടത് വേഗത്തിൽ പേജ് മറച്ചിട്ട് എടുത്ത പുസ്തകം അതുപോലെ തന്നെ തിരികെ വെക്കുന്ന ചേതനെയാണ്. ഇവരിതെന്തായി ചെയ്യുന്നേ? വട്ടായി പോയെന്ന് തോന്നുന്നു. അല്ലാതെ വെറുതെ പുസ്തകം എടുത്തിട്ട് അതിന്റെ ഭംഗി നോക്കി തിരികെ വെക്കോ? ഒരു പുസ്തകത്തിന്റെയൊക്കെ മൂല്യം ഇവരിനി എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്? വിശ്വൻ ദേഷ്യത്തോടെ പിറുപിറുത്തു. പല വിഭാഗത്തിൽപ്പെട്ട പുസ്തകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് അതിനെ തന്റെ ഉള്ളിലെ ലൈബ്രറിയിൽ ചേതൻ കോപ്പി ചെയ്തു. അതിലുള്ളത് ഏതൊക്കെ ശരിയാണ്, ഏതൊക്കെ തെറ്റാണ്, ഏതൊക്കെ തനിക്ക് ഭാവിയിൽ ആവശ്യം വരും എന്നൊന്നും അറിയാത്തത് കൊണ്ട് അവയെല്ലാം ഇരിക്കട്ടെ എന്ന് ചേതൻ ചിന്തിച്ചു. ഇവൻ എന്തായി ചെയ്യുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഉറപ്പായിട്ടും ഇവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയിട്ടാവും ഇവിടെ കിടന്ന് കറങ്ങുന്നത് എന്ന് വിശ്വൻ മനസ്സിലോർത്തു. അയാളുടെ മുഖം കോപം കൊണ്ട് ചുവന്നിരുന്നു. ആരോഗ്യം, ചരിത്രം, സാഹിത്യം അങ്ങനെ ഫൈറ്റിങ്ങുമായി യാതൊരു ബന്ധവുമില്ലാത്ത പുസ്തകങ്ങൾ ചേതൻ എടുക്കുന്നത് കണ്ട് വിശ്വൻ ആകെ കുഴപ്പത്തിലായി. ഇവൻ എന്തിനാ ഇങ്ങനെ എല്ലാ പുസ്തകവും എടുത്തു നോക്കുന്നത്? ഇവനെ ഞാൻ ഇന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്, അയാള് മനസ്സിൽ പറഞ്ഞു. ചേതൻ ധൃതിയിൽ പേജുകൾ മറിക്കുന്ന ശബ്ദം ശിവന്യെയും ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ അവൾ അതാദ്യം കാര്യമായി എടുത്തില്ല. പക്ഷേ പിന്നീട് ആ ശബ്ദം കൂടി കൂടി വന്നു. ലൈബ്രറിയിൽ നിശബ്ദതയോടെ വേണം സമയം ചെലവഴിക്കാൻ എന്നിരിക്കെ ഇത്രയും ശബ്ദത്തിലും വേഗത്തിലും പേജ് മറിച്ചുകൊണ്ട് ഒരാൾക്ക് എങ്ങനെയാണ് വായിക്കാൻ സാധിക്കുന്നത് എന്ന ചോദ്യം അവളുടെ മനസ്സിൽ ഉണർന്നതും അവൾ ചേതനുള്ള വശത്തേക്ക് പോയി നോക്കി. ഹലോ പ്രൊഫസർ, നിങ്ങളിത് എന്താണ് ഈ ചെയ്യുന്നത്? ചേതന്റെ അടുത്ത് ചെന്ന് അവൾ ചോദിച്ചു. എന്താ ചെയ്യുന്നത് കണ്ടൂടെ? പുസ്തകം വായിക്കുന്നു. ചേതൻ ഒറ്റയടിക്ക് മറുപടി പറഞ്ഞ് വീണ്ടും പേജ് മറിക്കാൻ തുടങ്ങി. ഓഹോ, പുസ്തകം വായിക്കുമായിരുന്നു. എന്നിട്ട് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ശിവന്യ പരിഹാസത്തോടെ ചോദിച്ചു. പിന്നെ കണ്ടിട്ട് എങ്ങനെയാ തോന്നുന്നത്? പുസ്തകത്തിൽ നിന്നും തല ഉയർത്താതെ തന്നെ ചേതൻ ചോദിച്ചു. കണ്ടിട്ടോ? എന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടിയുള്ള വെറും പ്രഹസനമായിട്ട് തോന്നുന്നുണ്ട്. ശിവന്യ കൈ കെട്ടി നിന്ന് അവനെ തുറിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓഹോ, അങ്ങനെയാണോ മാഡം വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എങ്കിൽ കേട്ടോ, ഞാനിവിടെ മാഡത്തിന് വായി നോക്കാനല്ല വന്നത്. എനിക്ക് വേറെ പണിയുണ്ട്. വീണ്ടും പുസ്തകത്തിൽ നിന്ന് തല ഉയർത്തുക പോലും ചെയ്യാതെ ചേതൻ പറഞ്ഞു. അവന്റെ ശ്രദ്ധ മുഴുവനും പേജ് മറിക്കുന്നതിലായിരുന്നു. ഇന്നൊരു ദിവസം മാത്രമേ തനിക്ക് ഈ ലൈബ്രറിയിൽ കയറാൻ കഴിയൂ എന്ന് അറിയാവുന്നത് കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ പുസ്തകവും തന്റെ ഉള്ളിലെ മാന്ത്രിക ലൈബ്രറിയിൽ പതിപ്പിക്കുക എന്നതായിരുന്നു ചേതന്റെ ലക്ഷ്യം. നീ എന്നെ ഇംപ്രസ് ചെയ്യാൻ വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നടക്കില്ല. ഇതിനു മുമ്പും ഒരുപാട് പേര് ട്രൈ ചെയ്തതാ. അന്നൊന്നും നടന്നിട്ടില്ല. പിന്നെയായത്. ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ എന്നെ ഇംപ്രസ് ചെയ്യാനാണെങ്കിൽ സത്യം പറയാലോ, നിങ്ങൾ എന്നെ ഇപ്പോ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒന്ന് പോയി തരണം. ശിവന്യ എക്സിറ്റിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു.
ചേതൻ അവൾ പറഞ്ഞ് ശ്രദ്ധിക്കുക കൂടി ചെയ്യാതെ അടുത്ത പുസ്തകം എടുത്ത് പേജുകൾ മറിക്കാൻ തുടങ്ങി. പേജ് മറിക്കുന്ന ശബ്ദം വീണ്ടും ശിവന്യയുടെ ചെവിയിലെത്തി. ഇയാൾ പിന്നെ തുടങ്ങിയോ? ഇയാൾക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ എന്ന് പെറുപെറുത്ത് ശിവന്യ വീണ്ടും ചേതന്റെ അടുത്തേക്ക് ചെന്നു. ഹലോ, തനിക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? നിങ്ങളെ ചെയ്യുന്നത് വല്ലാതെ ഇറിറ്റേറ്റിംഗ് ആയിട്ടാണുള്ളത്. എന്നെ ഇംപ്രസ് ചെയ്യാനാണ് ഈ കാണിക്കുന്നതെങ്കിൽ നിർത്തിക്കോ. നിങ്ങൾ ഈ കാണിക്കുന്നത് പോലെ ലോകത്തിൽ ആരും പുസ്തകം വായിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് വെറുതെ സ്വയം ഒരു കോമാളി ആവാതെ എഴുന്നേറ്റ് പോവാൻ നോക്ക്, ശിവന്യ ദേഷ്യത്തോടെ പറഞ്ഞു. പുസ്തകത്തിൽ നോക്കിയിരിക്കുന്ന ചേതൻ പെട്ടെന്ന് തന്റെ തല ഉയർത്തി നെറ്റി ചുളിച്ചുകൊണ്ട് ശിവന്യെ നോക്കി. മേഡത്തിന്റെ വിചാരം എന്താ? ലോകസുന്ദരിയാണെന്നോ? മുന്നിൽ വന്ന് നിൽക്കുന്നവരൊക്കെ പ്രേമ പരവശരായി പുറകെ നടക്കുന്നു. പിന്നെ ഞാനീ ചെയ്യുന്നതൊക്കെ മേഡത്തിന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിലേ മേഡത്തിന്റെ തലയ്ക്ക് വല്ല പ്രശ്നവും കാണും. പോയി വല്ല നല്ല സൈക്കാട്രിസ്റ്റിനെയും കാണുന്നത് വളരെ നന്നായിരിക്കും, ചേതൻ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. ചേതൻ പറയുന്നത് കേട്ട് അവൾ കണ്ണു മിഴിച്ചു നിന്നു. കൊച്ചു കുട്ടികൾ വരെ ഒന്ന് നോക്കി പോകുന്ന അവളുടെ സൗന്ദര്യത്തിന് ഏറ്റ അപമാനമായി ചേതന്റെ വാക്കുകൾ. പക്ഷേ അതവൾ മുഖത്ത് കാണിക്കാതെ മറച്ചു വെച്ചുകൊണ്ട് ചേതനോട് ചോദിച്ചു, ഓഹോ, ഞാൻ സൈക്കാട്രിസ്റ്റിനെ കാണണമെന്നല്ലേ? ഇവിടെ ആരാ ശരിക്കും ഭ്രാന്തനെ പോലെ പെരുമാറുന്നത്? ഞാനാണോ അതോ നിങ്ങളോ? അവൾക്ക് ദേഷ്യം വന്നു. മാഡം, ഞാനിവിടെ എന്റെ കാര്യം മാത്രം ശ്രദ്ധിച്ച് പുസ്തകം വായിക്കുകയാണ്. എനിക്ക് ഇങ്ങനെ വായിക്കാനാണ് ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണോ വായിക്കാൻ ഇഷ്ടം അതുപോലെ നിങ്ങൾ പോയിരുന്ന് വായിക്കുക. ഞാൻ ഒന്നും അന്വേഷിക്കാൻ വരില്ല, അതുപോലെ നിങ്ങളും എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുത്. ഇനി നിങ്ങൾ വായിച്ചാലും ശരി വായിച്ചില്ലെങ്കിലും ശരി, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യാതെ ഒന്ന് പോയിത്താ എന്ന് പറഞ്ഞ് ചേതൻ ഗൗരവത്തോടെ അപ്പുറത്തായുള്ള മറ്റൊരു റാക്കിന്റെ അടുത്തേക്ക് പോയി. ഇതിനാരാണ് ഇവന്റെ വിചാരം? അല്ലെങ്കിലും ഇവനെയൊക്കെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നതിന് എനിക്കിത് തന്നെ കിട്ടണം. ഞാൻ സൈക്കാട്രിസ്റ്റിനെ കാണണമെന്നല്ലേ? എനിക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ടോ? ശിവന്യ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. അധ്യായം 22. ചേതന്റെ അടുത്തു നിന്നും കിട്ടിയ അപമാനം കാരണം തന്റെ മനസ്സ് മാറ്റി ശിവന്യ വന്ന കാര്യം ചെയ്യാൻ തുടങ്ങിയിരുന്നു. അവൾ ഒരു മൂലയിലിരുന്ന് മിണ്ടാതെ പുസ്തകം വായിച്ചു. എന്നിരുന്നാലും ചേതൻ പുസ്തകത്തിന്റെ പേജുകൾ മറിക്കുന്ന ശബ്ദം അവളുടെ ചെവിയിൽ എത്തുന്നുണ്ടായിരുന്നു. അത് അവളിൽ അലോസരം നിറച്ചെങ്കിലും ഒന്നും പറയാതെ ദേഷ്യം കടിച്ചമർത്തി തന്റെ കയ്യിലുള്ള പുസ്തകം വായിച്ചു അവൾ. ചേതൻ ഓരോ റാക്കിലുമുള്ള പുസ്തകങ്ങൾ എടുത്ത് തന്റെ ഉള്ളിലുള്ള ലൈബ്രറിയിൽ ഞൊടിയിട കൊണ്ട് കോപ്പി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു 6-7 മണിക്കൂർ വരെ ചേതൻ ആ ലൈബ്രറിയിൽ ചിലവഴിച്ചു. സാറയുടെ പ്രശ്നത്തിന്റെ പരിഹാരമായുള്ള കുറച്ച് കുറിപ്പുകളും അവൻ തന്റെ ഉള്ളിലെ ലൈബ്രറിയിൽ സേവ് ചെയ്തിരുന്നു. ലൈബ്രറിയിലെ അവസാന പുസ്തകവും നോക്കിക്കഴിഞ്ഞതും അവൻ ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. വെൽ ഡൺ മൈ ബോയ്, വെൽ ഡൺ. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ ടാസ്ക് എങ്ങനെയോ തീർത്തു. ഇനി അയാളുടെ പരിഹാസവും സഹിച്ച് ഈ ലൈബ്രറിയിലേക്ക് വരേണ്ടി വരില്ല, ചേതൻ അവനെ തന്നെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. പുസ്തകത്തിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് ചേതൻ സമയം പോയതറിഞ്ഞില്ല. അവന്റെ വയറ്റിൽ നിന്നും വിശപ്പിന്റെ വിളി വന്നതും ഇനി വല്ലതും കഴിച്ചിട്ടാവാൻ ബാക്കി എന്ന് കരുതി അവൻ അവിടെ നിന്നും പുറത്തേക്ക് നടന്നു. അതിനിടെ അവൻ ശിവന്യയെ കണ്ടു. അവൾ അവനെ കണ്ടതും പുരികം ചുളിച്ചുകൊണ്ട് നോക്കി. ഇവൾ ഇനിയും ഇവിടുന്ന് പോയില്ലേ? ചേതൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് അവളെ കടന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചതും അവിടെ നിൽക്ക്, വിശ്വൻ ഉച്ചത്തിൽ പറഞ്ഞു. അയാളുടെ മുഖമാകെ ചേതനോടുള്ള ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. ഇയാൾക്കിനി എന്താണാവോ? ചേതൻ മനസ്സിൽ ചോദിച്ചു. ചേത, നീ ലൈബ്രറിയിൽ വായിക്കാനല്ല വരുന്നതെന്ന് എനിക്കിന്ന് ബോധ്യപ്പെട്ടു. നീ ഇവിടെ ഉള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാനാണ് വരുന്നത്. ഇവിടെ ഇരിക്കുന്ന എനിക്ക് തന്നെ നിന്റെ പേജ് മറിക്കുന്ന ശബ്ദം കേട്ട് ഇറിറ്റേഷൻ ആവുന്നുണ്ടെങ്കിൽ അകത്തുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? ഇനി നീ ഈ ലൈബ്രറിയിൽ കയറിയ നിന്റെ കാല് ഞാൻ തല്ലിയൊടിക്കും, അയാൾ ഭീഷണിപ്പെടുത്തി. അതെ, ഞാനിവിടെ വായിക്കാൻ തന്നെയാണ് വന്നത്. പേജ് മറിക്കുന്ന ശബ്ദമല്ലാതെ ഞാനിവിടെ വേറെ ആരെയും ഡിസ്റ്റർബ് ചെയ്യാൻ പോയിട്ടില്ല. ഇവിടെ ആരെങ്കിലും ഒച്ചയെടുക്കുന്നുണ്ടെങ്കിൽ അതിപ്പോ നിങ്ങളാ. ഈ വയസ്സാം കാലത്ത് വെറുതെ BP കയറ്റാതെ കൂളായിട്ടിരിക്കുന്നേ. ചേതൻ വിശ്വനോട് പറഞ്ഞ് അവിടെ നിന്നും പോകാനായി ഇറങ്ങി. ചേതൻ പറഞ്ഞത് കേട്ട് വിശ്വന്റെ മുഖം ഒന്നുകൂടെ ചുവന്നു. ഈ ലൈബ്രറി മുഴുവനും ഏത് പുസ്തകം എവിടെയാണ് ഇരിക്കുന്നത്, ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അറിയാൻ ഏത് പുസ്തകം എടുക്കണം എന്നെല്ലാം എനിക്ക് കാണാപ്പാടമാണ്. ഇവിടെ വരുന്ന എത്രയോ ടീച്ചേഴ്സിനെ ഞാൻ ഗൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോ നീ കാണിക്കുന്നത് കണ്ട് എന്റെ BP കയറാതിരിക്കോ? വിശ്വൻ
കോപത്തിൽ ചോദിച്ചു. ഇത് കേട്ട് ചേതന് ചിരിക്കാതിരിക്കാനായില്ല. വേറെ ഒന്നും കൊണ്ടല്ല, കഴിഞ്ഞ ജന്മത്തിൽ ചേതനം ഒരു ലൈബ്രറിയനായിരുന്നു. ഇതൊക്കെ എല്ലാ ലൈബ്രറിയന്മാരും ചെയ്യുന്നതല്ലേ. ഇത്ര ഇമോഷണൽ ആവാൻ എന്തിരിക്കുന്നു? നിങ്ങളുടെ ദേഷ്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നിങ്ങളെ വിചാരിക്കുന്ന പോലെ ഞാൻ വെറുതെ ലൈബ്രറിയിൽ കിടന്ന് കറങ്ങുവാണെന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ കൂടിയും നിങ്ങളുടെ ജോലി ഇവിടുള്ള പുസ്തകങ്ങൾ സൂക്ഷിക്കുന്നതും ഇവിടെ വരുന്നവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതുമാണ്, അല്ലാതെ വെറുതെ വഴക്കിടലല്ല. ചേതൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ വെറുതെ വഴക്കിടാൻ നിൽക്കാറില്ല. പക്ഷെ നീ കാണിക്കുന്നത് കണ്ട് വെറുതെ ഇരിക്കാൻ എനിക്ക് പറ്റില്ല. ഈ ലൈബ്രറിയിലുള്ള ഓരോ പുസ്തകങ്ങളും ഈ മാജിക് സ്കൂളിൽ പണ്ട് പഠിച്ചവരുടെ കയ്യിൽ നിന്ന് കഷ്ടപ്പെട്ട് ശേഖരിച്ചതാണ്. അത് വെറും പുസ്തകങ്ങളല്ല, അവരുടെ വിയർപ്പിന്റെ ഫലമാണ്. ഒരു കളിപ്പാട്ടം പോലെ കണ്ട് സമയം കളയാൻ ഇവിടെ വന്നാൽ സ്കൂൾ മാനേജ്മെന്റിൽ കംപ്ലൈന്റ് ചെയ്ത് നിനക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ പറയും. വിശ്വൻ പറഞ്ഞു. ചേതൻ തനിക്ക് ഇനിയും ഇവിടെ വരേണ്ട ആവശ്യമൊന്നുമില്ലാത്തത് കൊണ്ട് വിശ്വനോട് കൂടുതൽ തർക്കിക്കാൻ നിൽക്കാതെ പറഞ്ഞു. ശരി, ഞാനിനി ഇങ്ങോട്ട് വരുന്നില്ല. ഇപ്പൊ സന്തോഷായോ? ഓ, വലിയ സന്തോഷം എന്ന് പറഞ്ഞ് വിശ്വൻ അവനോട് പുറത്തേക്ക് പോകാൻ പറഞ്ഞ് പുറത്തേക്കുള്ള വഴിയിലേക്ക് കൈ ചൂണ്ടി. ചേതൻ പോകാൻ ഇറങ്ങിയതും ഒന്ന് നിന്നേ എന്നൊരു സ്ത്രീ ശബ്ദം കേട്ടു. നിങ്ങളെ തന്നെയാണ് ചേതൻ സാർ എന്ന് പറഞ്ഞുകൊണ്ട് ശിവന്യ അവിടേക്ക് വന്നു. ഒരെണ്ണത്തിന് തലേന്ന് ഒഴിപ്പിച്ച് വിട്ടതേ ഉള്ളൂ. അപ്പതേ അടുത്തത്. ചേതൻ മനസ്സിൽ പറഞ്ഞു. എന്താണോ ഇനി അടുത്ത പ്രശ്നം? ഞാനിവിടുന്ന് പോകാൻ ഇറങ്ങിയതല്ലേ, പിന്നെന്താ? ചേതൻ അവളോട് ചോദിച്ചു. പ്രശ്നമൊന്നുമില്ല, ഒരു ചെറിയ ഡൗട്ട്, അവൾ ഇളിച്ചുകൊണ്ട് പറഞ്ഞു. ആ ചിരി കാണുമ്പോഴേ അറിയാം എന്തോ കുരിശാണെന്ന്. ചേതൻ മനസ്സിൽ പറഞ്ഞു. ഡൗട്ടോ? നിനക്കോ? അതൊക്കെ എന്നോടെന്തിനാ ചോദിക്കുന്നേ? ഈ നിൽക്കുന്ന ഇയാളോട് ചോദിക്കേ. ഈ ലൈബ്രറി മുഴുവനും അരച്ചു കലക്കി കുടിച്ചിട്ട് നിൽക്കുന്ന മുതലാണ്, എന്തും പറഞ്ഞു തരും. ചേതൻ വിശ്വനെ ചൂണ്ടി കാണിച്ചുകൊണ്ട് അവിടെ നിന്നും പോകാൻ ഒരുങ്ങിയതും, ചേതൻ സാറ് വേണം എന്റെ ഡൗട്ട് ക്ലിയർ ചെയ്തു തരാൻ. എന്താന്ന് വെച്ചാ, ഞാൻ സാറിനോട് സംസാരിക്കുന്ന സമയം സാറ് പിടിച്ചിരുന്നത് ഞാൻ വായിച്ചിട്ടുള്ള അതേ പുസ്തകമാണ്. ഇത്രയും നേരമൊക്കെ ലൈബ്രറിയിൽ ചെലവഴിക്കുന്ന ആളല്ലേ, അപ്പൊ പിന്നെ സാറോടല്ലാതെ വേറെ ആരോട് ചോദിക്കാനാ? ശിവന്യ പറഞ്ഞു. ചേതൻ ആ പുസ്തകമൊന്നും വായിച്ചിട്ടില്ലെന്ന് കരുതി അവനെ നാണം കെടുത്താനുള്ള ഒരു വഴിയായിട്ടാണ് അവൾ ഇത് പറഞ്ഞത്. എന്താ ഡൗട്ട്? ചോദിക്ക്. ചേതൻ അവളോട് ചോദിച്ചു. അത് സിമ്പിളാണ് സാർ. 8 മെത്തേഡ്സ് ഓഫ് പിൽ റിഫൈൻമെന്റ് എന്ന പുസ്തകം വായിച്ചത് ഞാൻ കണ്ടു. ആ പുസ്തകത്തിനെ കുറിച്ച് ചെറിയൊരു ഡൗട്ട്, അത്രേ ഉള്ളൂ. ശിവന്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സാധാരണ ഒരു ചോദ്യം ചോദിച്ചാൽ തന്നെ ചേതൻ നിന്ന് തപ്പുമെന്ന് അവൾ കരുതി. എന്നാൽ അവൾ 8 മെത്തേഡ്സ് ഓഫ് പിൽ റിഫൈൻമെന്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചേതന്റെ മനസ്സിലെ ലൈബ്രറിയിൽ നിന്നും ആ പുസ്തകം തുറക്കാൻ തയ്യാറായി അവന്റെ മുന്നിൽ വന്നിരുന്നു. ചോദിക്കുന്നെങ്കിൽ വേഗം ചോദിക്കേ, എനിക്ക് നല്ല വിശപ്പുണ്ട്, പോയിട്ട് വേണം വല്ലതും കഴിക്കാൻ. ചേതൻ അക്ഷമയോടെ പറഞ്ഞു. എന്നാലും ആറ്റിറ്റ്യൂഡ് ഒരു കുറവില്ല, അവൾ മനസ്സിൽ പറഞ്ഞു. ആ പുസ്തകം വായിച്ചാൽ അതിലൊരു വരിയുണ്ടായിരുന്നു. ഔഷധ സസ്യങ്ങൾ ചിതറിയാൽ മരുന്നിന് രൂപം കൊള്ളാൻ ബുദ്ധിമുട്ടാണ്, എന്നാൽ ചിതറാതെ ഒന്ന് ചേർന്നാലോ മരുന്ന് രൂപം കൊള്ളും. അത് ഏതിന്റെ അർത്ഥമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതെന്താണെന്ന് സാറ് പറഞ്ഞു തരൂ? അവൾ അവനോട് പറഞ്ഞു. ഔഷധ സസ്യങ്ങൾ ചിതറിയാൽ മരുന്നിന് രൂപം കൊള്ളാൻ ബുദ്ധിമുട്ടാണ്, എന്നാൽ ചിതറാതെ ഒന്ന് ചേർന്നാലോ മരുന്ന് രൂപം കൊള്ളും. അതിനർത്ഥം അതിൽ തന്നെ ഉണ്ടല്ലോ. ചേതൻ തിരികെ ചോദിച്ചതും അവൾ കണ്ണുമിഴിച്ച് അവനെ നോക്കി. ഒരു മരുന്ന് അരയ്ക്കുമ്പോ അതിന്റെ നീര് അതിനോട് ഒന്നായി ചേർന്ന അതിന് മുഴുവൻ ഔഷധ ഗുണവും ലഭിക്കില്ല. എന്നാ അതിനെ വേർതിരിച്ച് നല്ലതുപോലെ ഒന്ന് ചേർത്ത അതിന്റെ ഗുണം 10 മടങ്ങാവും. ചേതന്റെ മറുപടി കേട്ടതും ശിവന്യ ആകെ ഞെട്ടി നിന്നുപോയി. ചേതനെ കുഴപ്പിക്കാനായിരുന്നു അവൾ അവനോട് ആ ചോദ്യം ചോദിച്ചത്. എന്തിന്? അവൾ ചോദിച്ച ചോദ്യം വരെ അവൾ മനഃപൂർവ്വം തെറ്റിച്ചിരുന്നു. എന്നിട്ട് കൂടിയും ചേതൻ ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ ഞൊടിയിടയിൽ അവൾക്ക് മറുപടി നൽകിയതും അവളെ ഞെട്ടിച്ചു. അവന്റെ ഉള്ളിൽ ഇൻവിസിബിൾ ലൈബ്രറി ഉള്ള കാര്യം പാവം അവൾക്ക് അറിയില്ലല്ലോ. ഇത് നീ എങ്ങനെ? ശിവന്യ വിക്കലോടെ ചോദിച്ചു. എന്താ, എന്റെ ഉത്തരം ശരിയാണോ ശിവന്യ മാഡം? ഇനി വേറെ ഡൗട്ട് ഉണ്ടോ, അതോ എനിക്ക് പോകാമോ? ചേതൻ തന്റെ ചിരി അടക്കിക്കൊണ്ട് അവളോട് ചോദിച്ചു. ഇവൻ ഇങ്ങനെ ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനിപ്പോ ചോദിച്ചത് വളരെ ലളിതമായ ചോദ്യമായി പോയി. അതിന് ആർക്ക് വേണേലും ഉത്തരം പറയാൻ പറ്റും. സാരമില്ല, ഞാൻ അടുത്തായി ചോദിക്കാൻ പോകുന്നത് കേട്ട് നീ നിന്ന് കുഴയുന്നത് ഞാൻ കാണിച്ചു തരാം, ശിവന്യ തന്റെ മനസ്സിൽ പറഞ്ഞു. എനിക്ക് നിറയെ ഡൗട്ടുണ്ട്. ഇങ്ങനെ ചാൻസ് കിട്ടുമ്പോഴല്ലേ ചോദിക്കാൻ പറ്റൂ. തന്റെ ഞെട്ടിൽ മറച്ചു ചിരിച്ചുകൊണ്ട് ശിവന്യ ചോദിച്ചു. അത് ശരി, മാഡം മര്യാദയ്ക്ക് പഠിക്കാതെയാണ് ടീച്ചറായെന്ന് തോന്നല്ലോ. ശരി, ചോദിക്കേ. ചേതൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു.
അത് കേട്ട് തന്റെ ദേഷ്യം അടക്കി പിടിച്ച് മുഷ്ടി ചുരുട്ടി അവൾ. എനിക്ക് മനസ്സിലാവാത്ത വേറൊരു വാക്യമുണ്ട്. ലോകത്തെ കനലിലിട്ട് ഉരുക്കുമ്പോൾ അത് ശുദ്ധമല്ലെങ്കിൽ അത് മറ്റൊന്നുമായും ചേർക്കരുത്. ഇതിന്റെ അർത്ഥം പറഞ്ഞുതരൂ? ശിവന്യ ചോദിച്ചത് കേട്ട് ആലോചിച്ച് നിൽക്കുന്ന ചേതനെ കണ്ടതും അവൾ ഉള്ളിൽ ചിരിച്ചു. അവൾ ആദ്യം ചോദിച്ച ചോദ്യത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യമായിരുന്നത്. ആദ്യത്തെ ചോദ്യം വൈദ്യശാസ്ത്രത്തെ കുറിച്ചാണെങ്കിൽ അവൾ ഇപ്പോൾ ചോദിച്ച ചോദ്യം ആയുധ നിർമ്മാണത്തെ കുറിച്ചായിരുന്നു. കുറെ നാൾ മുമ്പ് ആയുധ നിർമ്മാണത്തെ കുറിച്ച് വായിക്കുന്ന സമയത്ത് ശിവനെ തന്നെ കുഴപ്പിച്ച ഒന്നാണ് ഈ ചോദ്യം. അവൾ കുറെ നാൾ അന്വേഷിച്ച് നടന്നിട്ടാണ് ഇതിന്റെ ഉത്തരം കിട്ടിയത്. അതും പേര് കേട്ടൊരു കൊല്ലനാണ് അവൾക്ക് ഉത്തരം പറഞ്ഞു കൊടുത്തത്. ശിവനെ ചോദിച്ച ചോദ്യം കേട്ട് വിശ്വൻ വരെ അയാളുടെ ശ്രദ്ധ അവരിലേക്ക് തിരിച്ചു. വിശ്വനും അതിന്റെ ഉത്തരം അറിയില്ലായിരുന്നു. ശിവന്യ നേരത്തെ ചോദിച്ച ചോദ്യം വളരെ ബേസിക് ആയതുകൊണ്ട് അവൻ അതിന് ഉത്തരം പറഞ്ഞത് കാര്യമാക്കിയില്ല. എന്നാൽ ഈ ചോദ്യം കഠിനമായതുകൊണ്ട് അവൻ എന്തുത്തരം പറയും എന്നറിയാൻ അയാൾ നോക്കി നിന്നു. ഇതേ സമയം ചേതൻ മനസ്സിൽ പറഞ്ഞു, അയ്യേ, ഇതൊക്കെ ബേസിക് കെമിസ്ട്രി അല്ലേ, ഇവൾക്ക് അതുപോലെ അറിയില്ലേ. അവൻ തന്റെ ചിരി അടക്കി പിടിച്ചു. ഒരു ലോഹത്തെ കനലിലിട്ട് ഉരുക്കുമ്പോൾ അത് ശുദ്ധമല്ലെങ്കിൽ അത് മറ്റൊന്നുമായി ചേർക്കരുത്. അതായത് ഒരു ലോഹത്തെ ഉരുക്കുമ്പോൾ അതിൽ മറ്റു ലോഹങ്ങൾ കലർന്നിട്ടുണ്ടെങ്കിൽ അതിനെ ആയുധങ്ങൾ നിർമ്മിക്കാനായി ഉപയോഗിക്കരുത്. ഇതൊക്കെ സിമ്പിൾ അല്ലേ, ഇതിനാണ് ഇത്ര ഡൗട്ട്? ചേതൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. അവളുടെ ഞെട്ടി നിൽക്കുന്ന മുഖം കണ്ടിട്ട് അവന് വല്ലാതെ ചിരി വരുന്നുണ്ടായിരുന്നു. ഐഷ്, ആ മുഖം നോക്കിയേ, ക്ലിങ്ങി നിൽക്കുന്നത് കാണാൻ എന്താ ചേല്. തന്റെ ചിരി അടക്കിക്കൊണ്ട് അവൻ ഓർത്തു. അവൻ പറഞ്ഞത് കേട്ടതും വല്ലാത്ത ഞെട്ടലിലായിരുന്നു ശിവന്യ. അവൾ ആരോടൊക്കെ ഇതിന്റെ ഉത്തരത്തിനായി ചോദിച്ചിട്ടും ആർക്കും അറിയാത്ത ഒന്നായിരുന്നു ആ ചോദ്യം. അവസാനം ഒരു കൊല്ലനാണ് അവളുടെ സംശയത്തിന് ഉത്തരം പറഞ്ഞു കൊടുത്തത്. അങ്ങനെയുള്ളപ്പോൾ ചേതൻ അതിന്റെ ഉത്തരം നിസ്സാരമായി പറഞ്ഞത് അവളെ ഞെട്ടിച്ചു. അവളേക്കാൾ വലിയ ഞെട്ടലിലായിരുന്നു വിശ്വനാഥൻ. എന്താ ഇപ്പൊ മനസ്സിലായോ ഞാൻ എന്തിനാ ഇവിടെ കിടന്ന് കറങ്ങുന്നെന്ന്? ചേതൻ അയാളോട് കളിയോടെ തിരക്കി. വിശ്വന് അവൻ ശരിയായ ഉത്തരം പറഞ്ഞു എന്നുള്ളത് സമ്മതിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലായിരുന്നു. നീ പറഞ്ഞ ഉത്തരം ഉറപ്പായിട്ട് തെറ്റാണ്. ശിവന്യ മാഡം പറഞ്ഞതിന്റെ അർത്ഥം ഒരു ലോഹത്തെ കനൽ കൊണ്ട് ശുദ്ധീകരിക്കാമെന്നാണ് എന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ വിശ്വൻ പറഞ്ഞു. നിങ്ങൾ പറയുന്നത് വെറും പൊട്ട തെറ്റാണ്. ഇത് എഡ്വേർഡിന്റെ പുസ്തകത്തിലല്ലേ വായിച്ചത്? അതിൽ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത് കനൽ അശുദ്ധി ഉണ്ടെങ്കിൽ അത് കാണിക്കുമെന്നാണ്, ശുദ്ധീകരിക്കുന്നല്ല. ചേതൻ തറപ്പിച്ചു പറഞ്ഞു. നീ പറയുന്നത് തെറ്റാണ്. ഞാൻ നീ പറയുന്നത് വിശ്വസിക്കില്ല. വിശ്വൻ സമ്മതിച്ചു കൊടുത്തില്ല. ശരിയാ, ഞാനും ഇയാൾ പറയുന്നത് വിശ്വസിക്കില്ല. ശിവന്യയും വിശ്വന്റെ കൂടെ കൂടി. ഒരു തരത്തിലും തോൽവി സമ്മതിച്ച് തരരുത്, ചേതൻ പല്ല് കടിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു. അപ്പോ നിങ്ങൾ രണ്ടുപേർക്കും എന്നിൽ വിശ്വാസമില്ല. സാരമില്ല, ലൈബ്രറിയിൽ 2ാമത്തെ റാക്കിൽ 3ാമത്തെ റോയിലെ 9ാമത്തെ പുസ്തകത്തില് പേജ് 49 നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരവുണ്ട്. സംശയമുള്ളവർ അത് പോയി ചെക്ക് ചെയ്തോ. ചേതൻ ലൈബ്രറിയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അവൻ പറഞ്ഞത് കേട്ടതും ലൈബ്രറിക്കകത്തേക്ക് ഓടിക്കയറിയിരുന്നു ശിവന്യ. അവൾ ചേതൻ പറഞ്ഞതോർത്ത് വേഗം ആ പുസ്തകം കയ്യിലെടുത്തു. അതിന്റെ 49ാമത്തെ പേജ് കണ്ടതും താൻ കണ്ടത് വിശ്വസിക്കാൻ പറ്റാതെ അവൾ തല കറങ്ങി നിലത്തേക്ക് വീണു. അധ്യായം 23. ചേതൻ പറഞ്ഞത് അതേപടി പുസ്തകത്തിൽ കണ്ട് തലകറങ്ങി വീണ ശിവന്യ ബോധം വന്നയുടനെ മെല്ലെ നിലത്തു നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് ചെന്നു. എന്തായി മാഡം, ഇവൻ പറഞ്ഞതൊക്കെ ശരിയാണോ? ശിവന്യെ കണ്ടതും വിശ്വൻ ചോദിച്ചു. 100% ശരിയാണ് എന്ന് തന്റെ ഞെട്ടൽ വിട്ടുമാറാതെ അവൾ പറഞ്ഞു. ഇതെങ്ങനെ, ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ഉത്തരം പറയാൻ സാധിക്കുമോ? ഇനി ആ മേഡം ഇവന് നല്ലതുപോലെ അറിയാവുന്ന പുസ്തകത്തിൽ നിന്ന് വല്ലതും ആയിരിക്കുമോ ചോദ്യം ചോദിച്ചത് എന്ന ആശയക്കുഴപ്പത്തോടെ വിശ്വൻ മനസ്സിൽ പറഞ്ഞു. അയാൾ ചേതനെ കണ്ണും മിഴിച്ച് ഒരു വിചിത്ര ജീവിയെ പോലെ നോക്കി. രണ്ടുപേരും എന്താ ഒരുമാതിരി ഷോക്കടിച്ച പോലെ നിൽക്കുന്നത്? നിങ്ങൾ എന്നോട് ചോദിച്ചത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സിമ്പിളായിട്ട് അതിന് ഉത്തരവും തന്നു. അത് കേട്ട് നിങ്ങൾ എന്താ ഇങ്ങനെ നിൽക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങളുടെ സ്ഥാനത്ത് വല്ല സ്റ്റുഡന്റും ആയിരുന്നെങ്കിൽ എനിക്കിത് മനസ്സിലാക്കാമായിരുന്നു. പക്ഷേ നിങ്ങൾ രണ്ടുപേരും അങ്ങനെയാണോ? ഒരാൾ ഒരു എക്സ്ട്രാ ഓർഡിനറി പ്രൊഫസർ, അടുത്ത ആൾ പേര് കേട്ട ഒരു ലൈബ്രറിയൻ. നിങ്ങൾ രണ്ടുപേരും ഷോക്കായി നിൽക്കുന്നത് കണ്ട് എനിക്കാണ് ഇപ്പൊ ആശ്ചര്യം തോന്നുന്നത്. ചേതൻ അവരിരുവരെയും നോക്കി പറഞ്ഞു. എനിക്ക് ആ ഉത്തരം കേട്ടതിലല്ല ആശ്ചര്യം, പക്ഷേ നീ അതെങ്ങനെ പറഞ്ഞു എന്നതിലാണ്. അത് വിട്, ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. നീ അതിന് എങ്ങനെ മറുപടി പറയുമെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. സർക്കുലേറ്റിംഗ് എ സൈക്കിൾ ഓഫ് ഓറ റിഫ്ലക്ടിംഗ് ദ സൈറ്റ് ഓഫ് ഓൾ ക്രിയേച്ചേഴ്സ്, എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് വിശ്വൻ ചേതനോട് ചോദിച്ചു. സത്യത്തിൽ ഈ ചോദ്യം ഒരു പണ്ഡിതൻ വിശ്വനോട് ചോദിച്ചതാണ്.
അന്ന് അയാളുടെ കയ്യിൽ അതിനുത്തരമില്ലായിരുന്നു. അതിന്റെ ഉത്തരം കണ്ടെത്താൻ വിശ്വൻ ആ ലൈബ്രറി മുഴുവൻ അരിച്ചു പെറുക്കിയെങ്കിലും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. വിശ്വൻ താൻ ഈ ചോദ്യം കേട്ട് അന്ന് നിന്നുരുകിയതുപോലെ ചേതന് മുരുകുമെന്ന് കരുതി ഉള്ളിൽ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. എന്നാൽ ചേതന്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അവൻ ലാഘവത്തോടെ ചിരിച്ചുകൊണ്ട് വിശ്വനോട് ചോദിച്ചു, ഇതൊക്കെ ഒരു ചോദ്യമാണോ? ഒരുമാതിരി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് 1, 2, 3 അറിയോ എന്നൊക്കെ ചോദിക്കുന്ന പോലെയുണ്ട്. ചേതൻ പറഞ്ഞത് കേട്ട് എന്ത് തിരിച്ചു പറയണമെന്നറിയാതെ വിശ്വൻ നെറ്റി ചുളിച്ചു. നിങ്ങൾ ചോദിച്ചത് വളരെ ബേസിക് ആയ ചോദ്യമാണ്. അതായത് ഒരാളുടെ ഉള്ളിലൂടെ അയാളുടെ ഓറ മുഴുവനായി സർക്കുലേറ്റ് ചെയ്യുമ്പോൾ മനസ്സൊന്നിലും ഉറച്ചു നിൽക്കാതെ ആ പ്രപഞ്ചത്തെ മുഴുവനും ചുറ്റിക്കറങ്ങുന്ന പോലെ തോന്നും. ഇതെല്ലാം തിയറി ഓഫ് ഓറ ആൻഡ് ബ്ലഡ് എന്ന പുസ്തകത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ പുസ്തകം 27ാമത്തെ റാക്കിൽ 63ാമത്തെ പൊസിഷനിലുണ്ട്. ഇത് ഡോൺ ലെവൽസിന്റെ ബേസിക് സ്റ്റെപ്സിൽ ഒന്നാണ്. ഈ സ്റ്റെപ്സിൽ കുഞ്ഞു കുഞ്ഞു തെറ്റുകളുണ്ടായിരുന്നു. അതറിയാതെ പലരത് ഫോളോ ചെയ്തിരുന്നു. അവസാനം അത് മനസ്സിലാക്കിയ വേറെ ആരും എഴുതി വെച്ചിട്ട് പോയതാണത്. ഇനി ഞാൻ പറഞ്ഞത് വിശ്വാസമില്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയി നോക്കിക്കോ. ചേതൻ പറഞ്ഞു നിർത്തിയതും വിശ്വൻ മറുപടി ഒന്നും പറയാതെ വേഗം ലൈബ്രറിക്ക് ഉള്ളിലേക്ക് ഓടി. വിശ്വൻ വേഗം തന്നെ ചേതൻ പറഞ്ഞ തിയറി ഓഫ് ഓറ ആൻഡ് ബ്ലഡ് എന്ന പുസ്തകം കയ്യിലെടുത്തു. ആ പുസ്തകത്തിന്റെ പേജുകളിൽ ചേതൻ പറഞ്ഞത് വായിച്ചപ്പോൾ അയാൾക്ക് ആ ലൈബ്രറിയിലെ പുസ്തകങ്ങളെല്ലാം തന്നെ പരിഹസിച്ച് ചിരിക്കുന്നത് പോലെ തോന്നി. താൻ അന്വേഷിച്ചിരുന്ന ആ ചോദ്യത്തിന്റെ ഉത്തരം ഇതുപോലൊരു സാധാരണ പുസ്തകത്തിൽ നിന്നും കണ്ടെത്താൻ കഴിയുമെന്ന് വിശ്വൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അയാൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. അവൻ ലൈബ്രറിയിൽ വരുന്നത് തന്നെ വെറുതെ പൊട്ടത്തരം കളിക്കാനാണെന്ന് പറഞ്ഞ് അവനെ ആട്ടി ഓടിക്കാൻ ശ്രമിച്ചതാണ് വിശ്വൻ. അങ്ങനെയുള്ള ചേതന്റെ അടുത്തു നിന്നും തനിക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരം മാത്രമല്ല, ആ പുസ്തകം ഇരിക്കുന്ന സ്ഥലം വരെ പറഞ്ഞു തന്നത് അയാളെ വല്ലാതെ വിളച്ചു. വിശ്വൻ ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങി ചേതന്റെ അടുത്തേക്ക് ചെന്നു. എനിക്കിപ്പോൾ ഉള്ളത് ഒരേ ഒരു ചോദ്യമാണ്. നീ എന്തുകൊണ്ടാണ് ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിൽ 0 വാങ്ങിയത്? വിശ്വന്റെ ചോദ്യം കേട്ടതും ചേതൻ പൊട്ടിച്ചിരിച്ചു. ആ ചോദ്യം തന്നെയാണ് കുറെ നാളെ ഞാൻ എന്നോട് തന്നെ ചോദിച്ചോണ്ടിരിക്കുന്നത്. അതിന് എത്രയും പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടണമല്ലോ. ചേതൻ വിശ്വനോട് പറഞ്ഞിട്ട് ശിവന്യയുടെ നേരെ തിരിഞ്ഞു. അപ്പൊ ഓക്കെ മാഡം, മാഡത്തിന് ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലൈബ്രറി പോയി നോക്കിക്കോ. ഞാൻ പോയി വല്ലതും കഴിക്കട്ടെ, എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് ചേതൻ ലൈബ്രറിയിൽ നിന്നും ഇറങ്ങി. ഇത്രയും നേരം നടന്നതെല്ലാം കണ്ട് ആകെ കിളി പോയി നിന്ന ശിവന്യ ചേതൻ പറഞ്ഞത് കേട്ട് സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നു. സാർ, ഒരു മിനിറ്റ് ഒന്ന് നിൽക്കൂ. ലൈബ്രറിയിൽ നിന്നും ഇറങ്ങിയ ചേതന്റെ പിറകെ അവളും ചെന്നു. എന്താ മാഡം നിങ്ങളുടെ പ്രശ്നം? എന്താണെന്ന് വെച്ചാൽ വേഗം പറ. എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്, പോയിട്ട് വേണം വല്ലതും കഴിക്കാൻ. ചേതൻ അലോസരത്തോടെ തിരിഞ്ഞു നിന്ന് അവളോട് പറഞ്ഞു. എനിക്കും നല്ല വിശപ്പുണ്ട്, നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ പോയാലോ? ശിവന്യ തന്റെ മാൻമിഴികളെ വിടർത്തിക്കൊണ്ട് ചേതനോട് ചോദിച്ചു. ശിവന്യയെ അവളുടെ പുറകെ നടക്കുന്ന പലരും പല രീതിയിൽ ഡിന്നർ ഡേറ്റിന് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും അവൾ അവരെയൊന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എന്തിന്? വിമൻ അവളുടെ പിന്നാലെ പട്ടിയെ പോലെ നടന്നിട്ട് കൂടി അവളുടെ വായിൽ നിന്നും ഇങ്ങനൊരു ഓഫർ കേട്ടിട്ടില്ല. അവൾ ആദ്യമായിട്ടായിരുന്നു ഒരാളെ ഡിന്നറിന് ക്ഷണിക്കുന്നത്. എന്തിന്? നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നീ പോയി കഴിച്ചോ. അതിന് എന്തിനാ ഞാൻ വരുന്നത്? എന്താ നിന്റെ കൂടെ ബില്ല് എന്നെ കൊണ്ട് കൊടുപ്പിക്കാനുള്ള പ്ലാനാണോ? ചേതൻ അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അങ്ങനെയല്ല, ഞാൻ തന്നെ നിന്റെയും ബില്ല് കൊടുത്തോളാം. നീ എന്താ വേണ്ടെന്ന് വെച്ചാ വാങ്ങിച്ചു കഴിച്ചോ, മതിയോ? ചേതൻ പറഞ്ഞത് കേട്ട് അവൾ കടുപ്പത്തിൽ ചോദിച്ചു. നീ എന്തിനാ എന്റെ ബില്ല് പേ ചെയ്യുന്നേ? നീ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ എന്തിനാ ഈ ഡിന്നറൊക്കെ? അവിടെയും വന്ന് ചോദ്യത്തിന് മേൽ ചോദ്യം ചോദിച്ച് എന്നെ ടോർച്ചർ ചെയ്യാൻ വല്ല പ്ലാൻ ഉണ്ടോ നിനക്ക്? അതിനാണെങ്കിൽ എന്നെ വെറുതെ വിട്ടേക്ക്. ശിവന്യയുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാതെ ചേതൻ പറഞ്ഞു. ഒരു ഡിന്നറിനല്ലേ വിളിച്ചുള്ളൂ, അതിന് ഇത്രയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? എന്നെ എത്ര പേർ ഡിന്നറിന് വിളിച്ചിട്ടുണ്ടെന്നറിയോ? അവരുടെ കൂടെ ഒന്നും ഞാൻ പോയിട്ടില്ല. ആദ്യമായിട്ട് ഒരാളോട് ചോദിച്ചത്, അതും എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തന്നതുകൊണ്ട് മാത്രം. അത് ഇങ്ങനെയുമായി. അല്ലെങ്കിലും ചോദിച്ച എന്നെ പറഞ്ഞാ മതിയല്ലോ. എന്നാ ശരി, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട മാൻ ലിവർ, ഫ്രൈഡ് ബട്ടർ എഗ് എല്ലാം ഒറ്റയ്ക്ക് തിന്നാൻ പോവുകയാണ് എന്ന് ചേതനോട് പറഞ്ഞ് ശിവന്യ തിരിഞ്ഞു നടന്നു പോകുന്നത് പോലെ അഭിനയിച്ചു. ചേതനുമായി അടുത്തിടപഴകി വെറും 0 ആയിരുന്ന അവൻ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് അറിവുള്ള ഒരാളായി മാറിയതെന്ന് ഏതു വിധത്തിലും കണ്ടുപിടിക്കുക എന്നതായിരുന്നു അവളുടെ ക്ഷണത്തിന് പിന്നിലെ ലക്ഷ്യം. എന്ത്? മാൻ ലിവറും ഫ്രൈഡ് ബട്ടർ എഗ്ഗുമോ? ഇതൊക്കെ ഞാൻ കേട്ടിട്ട് കൂടിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചേതൻ പെട്ടെന്ന് തന്നെ ശിവന്യയെ ഉച്ചത്തിൽ വിളിച്ചു. അവന് വിശപ്പ് അസഹ്യമായി തുടങ്ങിയിരുന്നു. ഹലോ ശിവന്യ മാം, ഒരു മിനിറ്റ്. അങ്ങനെ വഴിക്ക് വാ മോനെ. നീ എന്നോടാണോ നിന്റെ കളി?
എന്ന് മനസ്സിൽ പറഞ്ഞ് ശിവന്യ തന്റെ ചിരി അടക്കാൻ ശ്രമിച്ചു. എന്താ സാർ, വേഗം പറ, വൈകിയാ ലിവർ ഫ്രൈ തീർന്നു. ഇടുപ്പിൽ കൈകുത്തി നിന്ന് അക്ഷമ അഭിനയിച്ചുകൊണ്ട് ശിവന്യ പറഞ്ഞു. എന്ത്, ലിവർ ഫ്രൈ തീർന്നു പോകുന്നു? അപ്പൊ വാ, വേഗം പോവാ എന്ന് പറഞ്ഞ് ചേതൻ വേഗത്തിൽ ശിവന്യയുടെ അടുത്തേക്ക് ചെന്നു. ശരി, വാ പോകാം എന്ന് ചിരി അടക്കാൻ കഴിയാതെ ശിവന്യ പറഞ്ഞു. ശിവന്യ മുന്നിൽ നടന്നതും അവൾക്ക് പിന്നാലെ ചേതനും നടന്നു. ജഗൻ ഭൂമിയിലെ സാധാരണ ഒരു ലൈബ്രറിയൻ ആയിരുന്നതുകൊണ്ട് തനിക്ക് കിട്ടിയിരുന്ന വരുമാനത്തിൽ നിന്നും അന്നന്ന് കഴിഞ്ഞുകൂടാനുള്ളത് മാത്രമാണ് ഭക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ശിവന്യ ഫ്രൈഡ് ബട്ടർ എഗ് എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോ തന്നെ അവന്റെ നാവിൽ വെള്ളമൂറി. ശിവന്യയുടെ ഉള്ളിലെ ലക്ഷ്യം എന്താണെന്നറിയാതെ അവൻ അവളുടെ കൂടെ ചെന്നു. ചേതന്റെ ഉള്ളിലുള്ള ഡെസ്റ്റിനി പുസ്തകം അവന് ഒരാളുടെ കുറവുകളും ഗുണങ്ങളും കാണിച്ചു കൊടുക്കും. പക്ഷേ അതൊരാളുടെ മനസ്സിലുള്ളത് എന്താണെന്നറിയാൻ അവനെ സഹായിക്കില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് ആലോചിക്കാൻ നിൽക്കാതെ ചേതൻ അവളുടെ കൂടെ പോയി. അവർ ഒരു നീണ്ട നടപ്പാതയിലൂടെ നടന്നു. ഒരു ഇളം കാറ്റ് അവരെ തഴുകി കടന്നുപോയി. നിലാവ് അവിടെയാകെ വെളിച്ചം പരത്തിക്കൊണ്ട് ആകാശത്ത് ഉദിച്ചു നിന്നു. രാത്രി കാഴ്ചകളെ കണ്ടുകൊണ്ട് ഇരുവരും മുന്നോട്ട് നടന്നു. കുറച്ചു നേരമായിട്ടും തന്റെ പിന്നിലായുള്ള ചേതന്റെ കാലടി ശബ്ദം പോലും കേൾക്കാത്തതുകൊണ്ട് ശിവന്യ തിരിഞ്ഞു നിന്നു. അവൾക്കായി അവിടെ കാത്തിരുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ചേതന്റെ ശരീരം ആ നിലാവിന്റേതെന്നതുപോലെ പ്രകാശം പരത്തുന്നു. അവൻ അവളുടെ പിന്നിലായി താൻ മുന്നോട്ട് വെക്കുന്ന കാലടികളുടെ ശബ്ദം പോലും കേൾക്കാൻ കഴിയാത്ത വിധത്തിലായിരുന്നു നടന്നിരുന്നത്. ഇത് ഡോൺ ടു ട്രാങ്ക്വൽ മൈൻഡ് മെത്തേഡ് അല്ലേ? ട്രാങ്ക്വൽ മൈൻഡ് മെത്തേഡ് എന്ന് വെച്ചാൽ വെള്ളത്തിന് മീതെ നടക്കുന്നത് പോലെ പ്രകാശത്തെ ജലമായി ഉപയോഗിച്ച് അതിന്റെ മീതെ നടക്കുന്നത്. ഇങ്ങനെ നടക്കുമ്പോൾ അവരുടെ കാലടി ശബ്ദം പുറത്ത് കേൾക്കില്ല. ഒരു ഫൈറ്റർ തന്റെ ശരീരത്തെ ശക്തമാക്കുന്നത് പോലെ അവ മനസ്സിനെയും. ഒരാളുടെ മനോനില എത്ര ശക്തമാണോ അതിനനുസരിച്ചിരിക്കും അവന്റെ ശാരീരിക ബലവും അവന്റെ ഉള്ളിലെ ഓറയുടെ ശക്തിയും. എന്നിരുന്നാലും മനസ്സിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഒരാളുടെ ശരീരത്തെ ശക്തിപ്പെടുത്തുന്നത് പോലെ അത്ര എളുപ്പമല്ല. ആകെ ആ അക്കാദമിയിൽ ഒരാൾക്ക് മാത്രമേ അത് ഇന്നേ വരെ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അത് അക്കാദമിയുടെ പ്രിൻസിപ്പലിന് മാത്രമാണ്. 25 വയസ്സിൽ ഡോൺ 5 സ്റ്റേജിലെത്തിയ ശിവന്യ വരെ പ്രിൻസിപ്പലിനേക്കാൾ ഒരുപാട് താഴെയായിരുന്നു. ഒരാൾക്ക് അതുപോലൊരു നിലയിൽ എത്തുക എന്നത് വളരെ പ്രയാസകരമാണെന്ന് കരുതിയ ശിവന്യക്ക് ചേതൻ നിസ്സാരമായി ആ മെത്തേഡ് ചെയ്യുന്നത് അതിശയം ഉളവാക്കി. ചേതനിത് ചെയ്യാൻ സാധിക്കുമെന്ന് അവളോട് ആരോ പറഞ്ഞിരുന്നുവെങ്കിലും ശിവന്യ അവർ പറഞ്ഞത് വിശ്വസിച്ചിട്ടില്ലായിരുന്നു. അല്ലെങ്കിലും എലിജിബിലിറ്റി ടെസ്റ്റിൽ 0 വാങ്ങിയ ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ ആ പറയുന്നവന് ഭ്രാന്താണ് എന്നല്ലേ ആളുകൾ പറയൂ. എന്നാൽ ശിവന്യക്ക് തന്റെ കൺമുന്നിൽ കാണുന്നത് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഡോൺ 6, 7 സ്റ്റേജിലുള്ളവർക്ക് വരെ ട്രാൻക്വയിൽ മൈൻഡ് മെത്തേഡ് ചെയ്തത് കഠിനമായ ഒന്നാണ്. അങ്ങനെയുള്ളപ്പോൾ ചേതനിത് എങ്ങനെ? ഇവൻ ഉറപ്പായിട്ടും വേണമെന്ന് വെച്ച് തന്നെയാണ് ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിൽ 0 വാങ്ങിയത്, ശിവന്യ മനസ്സിൽ പറഞ്ഞു. ഇതൊന്നും അറിയാതെ ശിവന്യയുടെ അടുത്തേക്ക് നടന്നു വരുന്ന ചേതനെ നോക്കി അവൾ വീണ്ടും മനസ്സിൽ പറഞ്ഞു. ഇത്രയും പവർഫുള്ളായ അവന് എങ്ങനെ 0 കിട്ടാനാണ്? എല്ലാവരെയും താൻ വെറും തോൽവിയാണെന്ന് വിശ്വസിപ്പിച്ച് അവരുടെ ശ്രദ്ധ തന്നിൽ നിന്നും തിരിച്ച് ആ നേരത്ത് എല്ലാം ട്രെയിൻ ചെയ്ത് ലെവൽ 2 മൈൻഡ് സ്റ്റേജിൽ എത്താനുള്ള പ്ലാൻ ആയിരിക്കും അവന്റേത്. ചെയ്തോ നല്ലതുപോലെ ആക്ട് ചെയ്തോ. ഇനി അധികം നാൾ ചെയ്യാൻ പറ്റില്ല. തന്റെ മുഖംമൂടി ഞാൻ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പൊളിച്ചടുക്കി തരാം. ശിവന്യ തന്റെ ആശ്ചര്യത്തെ മറച്ചു വെച്ച് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ തല തിരിച്ചു നിന്നു. അവിടുത്തെ കാഴ്ചയും കണ്ട് നടന്നിരുന്ന ചേതന് തന്റെ മനസ്സ് ഒരു ട്രാങ്ക്വിൽ സ്റ്റേറ്റിൽ എത്തിയത് പോലും അറിയില്ലായിരുന്നു. പക്ഷെ അവനത് മനസ്സിലാക്കിയതും അവന്റെ കണ്ണുകൾ മിഴിഞ്ഞു. ഇത്രയും പുസ്തകങ്ങൾ വായിച്ചതിന് ശേഷം ഒരാൾക്ക് സാധാരണ നിലയിൽ തന്നെ ആ മൈൻഡ് ലെവലിലേക്ക് എത്താൻ സാധിക്കും. അത് മാത്രമല്ല, ചേതന്റെ ഉള്ളിലുള്ള ജഗൻ അധികകാലം ജീവിക്കാതെ മരിച്ചതിനാൽ അവന്റെ ആത്മാവ് വളരെ പരിശുദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ചേതന്റെ ശരീരത്തിലാണെങ്കിൽ കൂടിയും ജഗന്റെ മനോബലം അധികമായിരുന്നു. ജഗൻ ആ ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ച് വേഗം മനസ്സിലാക്കി. ഈ ലോകത്തുള്ള എല്ലാം ഏതെങ്കിലും ഒരു വഴിയിൽ എനിക്ക് ഉപകാരമായി മാറുന്നുണ്ട് എന്ന് മനസ്സിൽ പറഞ്ഞ് ചേതൻ തന്റെ കണ്ണുകൾ അടച്ച് മനസ്സിനെ ശാന്തമാക്കി. ചേതന്റെ ഉള്ളിൽ ഡെസ്റ്റിനി ബുക്ക് ഉണ്ടെങ്കിൽ കൂടിയും ഈ ലോകത്തെ ഒരു സാധാരണ മനുഷ്യനെ പോലെ പെരുമാറിയില്ലെങ്കിൽ ഒരുപക്ഷെ അത് തന്റെ മരണത്തിന് വരെ കാരണമാകും എന്ന് അവൻ അറിയാമായിരുന്നു. മനസ്സിനെ ശാന്തമാക്കി ചേതൻ തന്റെ കണ്ണുകൾ തുറന്നു. താൻ നിൽക്കുന്നതിന്റെ സൈഡിലായി ഫുഡ്വേ എന്ന ബോർഡ് വെച്ചിരിക്കുന്നത് അവൻ കണ്ടു. ആ ബോർഡ് കണ്ടതും അവന്റെ കണ്ണുകൾ വിടർന്നു. ചേതന്റെ ഓർമ്മകളിൽ പോലും ഇല്ലാത്ത ഒരിടമായിരുന്നു അത്. തനിക്ക് കിട്ടിയിരുന്ന തുച്ഛമായ ശമ്പളം കള്ളുകുടിച്ച് മദ്യഷാപ്പുകളിൽ കൊണ്ട് തീർത്തിരുന്ന ചേതൻ ആദ്യമായായിരുന്നു ഇതുപോലെയുള്ള വലിയ റെസ്റ്റോറന്റുകൾ കാണുന്നത്.
ആ ബോർഡ് വെച്ചിരിക്കുന്ന ഇടം തൊട്ട് അങ്ങോട്ട് ആ സ്ട്രീറ്റ് റെസ്റ്റോറന്റുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ആ സ്ട്രീറ്റ് മാജിക് സ്കൂളിന്റെ ഭാഗമായിരുന്നു. കൂടുതലും മാജിക് സ്കൂൾ ടീച്ചേഴ്സ് ചെല്ലുന്ന ലക്ഷറി റെസ്റ്റോറന്റുകളായിരുന്നു അവിടെയുള്ളവയെല്ലാം. ഞാനിവളെന്നെ ഏതെങ്കിലും സാധാരണ ഹോട്ടലിലോ ക്യാൻറ്റീനിലോ കൊണ്ടുപോകും എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. കൊള്ളാം, ഇവള് അടിപൊളിയാ. ചേതൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് കണ്ണും മിഴിച്ചു നോക്കി. എന്താ സാർ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഉള്ളിലേക്ക് പോണോ അതോ വേണ്ടേ? ശിവന്യ ചോദിച്ചു. അതെന്ത് ചോദ്യമാണ് ശിവന്യ മാഡം? ഇതുപോലൊരു സ്ഥലത്ത് വന്നിട്ട് കേറാതെ പോയാ എനിക്ക് പിന്നെ രാത്രി ഉറക്കം വരില്ല. വായു എന്ന് പറഞ്ഞ് ചേതൻ മുന്നിൽ കയറി നടന്നു. അവിടെയുള്ള ഓരോ റെസ്റ്റോറന്റിന്റെ ഭിത്തിയിലും രാത്രിയിലും പ്രകാശം പരത്തി തിളങ്ങുന്ന കല്ലുകൾ പിടിപ്പിച്ചിരുന്നു. രാത്രിയായിട്ട് കൂടി ആ വഴി ആകെ പകൽ പോലെ വെളിച്ചമുള്ളതായിരുന്നു. ശിവന്യ മാഡം, ഇതിൽ ഏത് റെസ്റ്റോറന്റിലാ നമ്മുടെ ഡിന്നർ ഡേറ്റ്? ചേതൻ അക്ഷമയോടെ ചോദിച്ചു. ദോ ആ കാണുന്ന റെസ്റ്റോറന്റ് ഉണ്ടോ? അതാണ് എന്റെ ഫേവറേറ്റ്. നമ്മള് അവിടേക്കാ പോകുന്നത്. അവിടുത്തെ ആ കാണുന്ന ജനലിന്റെ അരികിലിരുന്ന് കാഴ്ച കണ്ട് ഫുഡ് കഴിക്കാൻ ഒരു പ്രത്യേക രസമാണ്. അവൾ കുറച്ച് ദൂരെയായി കാണുന്ന റെസ്റ്റോറന്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. അവിടെയെങ്കിൽ അവിടെ, ഏതായാലും ഇത്രയും ദൂരം നടന്നില്ലേ? ചേതൻ ആ റെസ്റ്റോറന്റ് ലക്ഷ്യമാക്കി നടന്നുകൊണ്ട് പറഞ്ഞു. അധ്യായം 24. ചേതനും ശിവന്യയും റെസ്റ്റോറന്റിന്റെ ജനലോരം ചേർന്നുള്ള സീറ്റിൽ പുറത്തെ കാഴ്ചകളും കണ്ടിരുന്നു. ചേതൻ എന്താ കഴിക്കാൻ ഓർഡർ ചെയ്യേണ്ടത്? ശിവന്യ ചോദിച്ചു. മേഡമല്ല ബില്ല് പേ ചെയ്യാൻ പോകുന്നത്. സോ എന്താണെന്ന് വെച്ചാ ഓർഡർ ചെയ്തോ, ഞാൻ എന്തും കഴിക്കും. ചേതൻ മറുപടി പറഞ്ഞു. ഞാൻ ബില്ല് പേ ചെയ്യുന്നെന്ന് വെച്ച് കഴിക്കുന്ന സാറല്ലേ, അതുകൊണ്ട് സാറ് പറ എന്താ വേണ്ടതെന്ന്. ശിവന്യ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. എന്തിന്, ഈ ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് എങ്ങനെ ഇവിടെ എന്തൊക്കെ തിന്നാൻ കിട്ടും എന്നറിയാനാണ്. ഇത് ഞാൻ എങ്ങനെയാ ഇവളോട് പറയാ? ചേതൻ മനസ്സിൽ പറഞ്ഞു. സാർ, പിന്നെയും സോണോട്ടായി പോകാതെ എന്താ കഴിക്കാൻ വേണ്ടെന്ന് പറ. ശിവന്യ ചിന്തയിൽ മുഴുകി അവനോട് വീണ്ടും ചോദിച്ചു. മേഡം പറഞ്ഞതല്ലേ മാൻ ലിവർ, ഫ്രൈഡ് ബട്ടർ എഗ് എന്നൊക്കെ, അതൊക്കെ തന്നെ ഓർഡർ ചെയ്തോ. ചേതൻ അവസാനം രക്ഷപ്പെടാനായി പറഞ്ഞു. ശിവന്യ അവൻ പറഞ്ഞതിന്റെ കൂടെ വേറെ ചില ഡിഷുകൾ ഓർഡർ ചെയ്തിട്ട് ചേതന്റെ നേർക്ക് തിരിഞ്ഞു. എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? മേഡം പൈസ എടുക്കാൻ വല്ലതും മറന്നുപോയോ? ശിവന്യയുടെ നോട്ടം കണ്ടതും ചേതൻ ചോദിച്ചു. പേടിക്കണ്ട, പൈസയൊന്നും ഞാൻ എടുക്കാൻ മറന്നിട്ടില്ല. ഞാൻ അതല്ല ചോദിക്കാൻ വന്നത്. എനിക്കൊരു ഡൗട്ട്. സാർ എന്തുകൊണ്ടാണ് എലിജിബിലിറ്റി ടെസ്റ്റിൽ 0 വാങ്ങിയത്? സത്യം പറ, സാർ വേണമെന്ന് വെച്ച് തന്നെ 0 വാങ്ങിയതല്ലേ? ശിവന്യ അവനോട് തന്റെ സംശയം ചോദിച്ചു. സത്യമായിട്ടുമല്ല, ചേതൻ ഉള്ളതുപോലെ പറഞ്ഞു. എന്നാൽ ചേതൻ പറയുന്നത് കേട്ട് ശിവന്യ വിചാരിച്ചത് അവൻ കള്ളം പറയുന്നതാണെന്നാണ്. എന്ത് പച്ച കള്ളമാണ് പറയുന്നതെന്ന് നോക്കിയേ. ഇനി എന്ത് പറഞ്ഞ് ഇവനെ കൊണ്ട് സത്യം പറയിപ്പിക്കും? ശിവന്യ കാര്യമായി തന്നെ ആലോചിച്ചു. ചേതൻ സാർ, എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്ത് തരാമോ പ്ലീസ്? ശിവന്യ തന്റെ മുഖത്ത് ആവശ്യത്തിലധികം ഭവ്യത വാരി വിതറിക്കൊണ്ട് ചോദിച്ചു. ഇവളിത് വിടുന്ന ലക്ഷണമില്ലല്ലോ. നാശം, ഇവിടുന്ന് എഴുന്നേറ്റ് പോകാനും പറ്റാത്ത അവസ്ഥയായിപ്പോയി. വിശന്നിട്ട് വയറ് വരെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാൻ തുടങ്ങി. ചേതനൊരു നെടുവീർപ്പോടെ മനസ്സിൽ പറഞ്ഞു. മാഡം ചോദിച്ചോളൂ. മാഡം എനിക്ക് ഡിന്നറൊക്കെ വാങ്ങി തന്നതല്ലേ, അപ്പോ മാഡത്തിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാതെ പറ്റില്ലല്ലോ. ധൈര്യമായി ചോദിക്കേ എന്ന് തന്റെ ഉള്ളിലെ കലിപ്പടക്കിക്കൊണ്ട് ചേതൻ പറഞ്ഞു. ഫൈറ്റ് ചെയ്യാൻ നേരം ഓറയുടെ എനർജി ശരീരത്തിൽ ശരിയായി ശേഖരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തു ചെയ്യും? ശിവന്യ ചോദിച്ചു. എന്താ മാഡം, ലൈബ്രറിയൻ ചോദിച്ചതിനേക്കാളും സിമ്പിളായ ചോദ്യമാണുള്ളത്. മാഡം ചോദിച്ചപ്പോ ഞാൻ വലിയ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷിച്ചത്. ഓറ ശേഖരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് 9 പരിഹാരങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ചേതൻ ഓരോ പരിഹാരങ്ങളും വിശദീകരിച്ച് പറയാൻ തുടങ്ങി. അവൻ പറയുന്നത് കേട്ട് അവൾ ആശ്ചര്യത്തോടെ കണ്ണുകൾ വിടർത്തി. അവൻ പറഞ്ഞ 9 മാർഗങ്ങളിൽ ആകെ 3 മാത്രമേ ശിവന്യക്ക് അറിയുമായിരുന്നുള്ളൂ. തുടരെ തുടരെ അനേകം ഞെട്ടലുകളാണ് ഒരു ഒറ്റ ദിവസം കൊണ്ട് ചേതൻ അവൾക്ക് സമ്മാനിച്ചത്. ഇവൻ സത്യത്തിൽ ചേതൻ തന്നെയാണോ, അതോ ഇനി വല്ല പ്രേതവും കൂടിയിട്ടുണ്ടോ? ശിവന്യ അമ്പരന്നു. ഓക്കെ സർ, പക്ഷേ ഈ 9 മെത്തേഡ്സ് ഉപയോഗിച്ച് ഓറയുടെ എനർജി ശരീരത്തിൽ ശേഖരിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പോഴും ആ ശേഖരിച്ച എനർജി ഉപയോഗിക്കാൻ പറ്റാതെ വന്നാലോ? അപ്പൊ എന്ത് ചെയ്യും എന്ന് തന്റെ ആശ്ചര്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ശിവന്യ ചോദിച്ചു. അതും വളരെ ഈസിയാണ് മാഡം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു 8 മെത്തേഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചേതൻ ആ മെത്തേഡ്സ് ഓരോന്നായി വിശദീകരിക്കാൻ തുടങ്ങി.
ചേതന്റെ മറുപടി കേട്ടതും ശിവന്യയുടെ ശരീരം ആകെ ഒന്ന് വിറച്ചുപോയി. സാർ, സാറിന് എല്ലാ മെത്തേഡ്സും അറിയാലോ. ഇതിലൊരു മെത്തേഡ് ഉപയോഗിച്ചിരുന്നെങ്കിൽ കൂടി സാറിന് ടെസ്റ്റിൽ ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുമായിരുന്നല്ലോ. എന്നിട്ടും എന്താണ് അങ്ങനെ ചെയ്യാറുന്നത്? ശിവന്യ അവനോട് ചോദിച്ചു. നേരത്തെ അവൾ അവനോട് ചോദിച്ച 2 ചോദ്യങ്ങളും കഴിഞ്ഞ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. അതിലൊന്നിനെങ്കിലും ചേതൻ ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് മാജിക് സ്കൂളിലെ തന്നെ നമ്പർ 1 പ്രൊഫസർ ആയിരുന്നേനെ ചേതൻ. ചേതൻ ശിവന്യ ചോദിച്ചതിന് എന്ത് മറുപടി പറയുമെന്നറിയാതെ മിഴിച്ചു നിൽക്കുമ്പോൾ വെയിറ്റർ വന്ന് ഓർഡർ ചെയ്ത ഫുഡെല്ലാം അവരുടെ ടേബിളിൽ നിർത്തി. ഭക്ഷണത്തിന്റെ മണമടിച്ചതും ചേതന്റെ വായിൽ വെള്ളമുറി. മാൻ ലിവർ ഫ്രൈ, എഗ് ബട്ടർ ഫ്രൈ, സൂപ്പ്, അങ്ങനെ പല വിധത്തിലെ വിഭവങ്ങൾ ചേതന്റെ മുന്നിൽ നിറഞ്ഞു. നിങ്ങൾ ചോദ്യം ചോദിച്ചത് മതി മാഡം, എനിക്ക് വിശക്കുന്നു, നമുക്ക് കഴിക്കാൻ തുടങ്ങാം. അവൻ വേഗം കഴിക്കാൻ തുടങ്ങി. ഇതേ സമയം നടപ്പാതയിലൂടെ 2 പേർ നടന്നു വരികയായിരുന്നു. അതിലൊരാളുടെ മുഖം നീര് വെച്ച് വിങ്ങിയിരുന്നു. മറ്റൊരാളുടെ മുഖത്താവട്ടെ എന്തോ കാര്യമായി കണക്കൂട്ടുന്നത് പോലെയുള്ള ഒരു നിഗൂഢ ഭാവമായിരുന്നു. അവർ മറ്റാരുമല്ല, വിമലും എഡ്വിനുമാണ്. നീ ഒന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട വിമൽ. ഞാൻ റോയൽ കോർട്സിൽ കേസ് കൊടുത്തിട്ടുണ്ട്. നാളെ ഋഷിയെ വിചാരണ ചെയ്യാൻ എൻലൈറ്റ്മെന്റ് ടവറിലേക്ക് വിളിപ്പിക്കും. നാളെ തന്നെ ആ ചേതന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അതുവിട്. ഞാൻ പറഞ്ഞു വന്നത്, നിനക്ക് നിന്റെ മുത്തച്ഛൻ തന്ന പെറ്റിനെ ഉപയോഗിക്കാൻ സമയമായി എന്നാണ് തോന്നുന്നത്. എഡ്വിൻ വിമലിനോട് പറഞ്ഞു. വിമൽ അതിന് മറുപടിയായി ഒന്നും മൂളി. അപ്പൊ രാവിലെ നടന്നതൊക്കെ മറക്കാനായിട്ട് ഇന്നത്തെ ചിലവ് എന്റെ വക എന്ന് പറഞ്ഞ് എഡ്വിൻ വിമലിന്റെ തോളിൽ കൈയിട്ട് മുന്നോട്ട് നടന്നു. അവർക്ക് പിറകിലായി ഒരു സിംഹം അതിന്റെ എല്ലാ പ്രൗഢിയോടും കൂടെ നടന്നിരുന്നു. അതിനെ കാണുമ്പോൾ തന്നെ ആളുകൾ ഭയം കൊണ്ട് വിറയ്ക്കുമായിരുന്നു. അഞ്ഞൂറാൻ വിമലിനേക്കാൾ ശക്തനായതുകൊണ്ട് അയാളെ തിരിച്ചടിക്കാൻ വിമലിന് സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് അതിനു വേണ്ടി വിമൽ കണ്ടുപിടിച്ച മാർഗമാണ് അവരുടെ പിറകിലായി നടന്നു വരുന്ന ആ സിംഹം. വിമലിന്റെ മുത്തശ്ശന്റെ പെറ്റായിരുന്നു ആ സിംഹം. ആ ലോകത്തിൽ ഓരോരുത്തർക്കും ഓരോ പ്രത്യേക കഴിവുകൾ ഉണ്ടായിരുന്നു. ആ കഴിവാണ് അവരുടെ അടയാളമായി കണ്ടുകൊണ്ടിരുന്നത്. വിമലിന്റെ മുത്തശ്ശൻ നരേന്ദ്രന്റെ കഴിവ് വന്യമൃഗങ്ങളെ മെരുക്കുക എന്നതായിരുന്നു. അയാൾ അങ്ങനെ മെരുക്കി തന്റെ വളർത്തു നായയെ പോലെ കൊണ്ടു നടക്കുന്ന ഒന്നാണ് ആ സിംഹം. അഞ്ഞൂറാനെ തനിക്ക് നേരിട്ട് നേരിടാനാവില്ല എന്നറിയാവുന്നത് കൊണ്ട് വിമൽ തന്റെ മുത്തശ്ശന്റെ അടുത്ത് കെഞ്ചി വാങ്ങിക്കൊണ്ടു വന്നതാണ് ആ സിംഹത്തെ. അവന്റെ മുത്തശ്ശൻ നരേന്ദ്രൻ ചില നിബന്ധനകളോട് കൂടിയാണ് ആ സിംഹത്തെ അവന് കൊടുത്തത്. ആ സിംഹമാണ് ഇപ്പോൾ വാലാട്ടി പ്രൗഢിയോടെ വിമലിന് പിന്നാലെ നടക്കുന്നത്. ആ അഞ്ഞൂറാനെയും ചേതനെയും ഇവിടുന്ന് ഓടിക്കാനായിട്ട് ഈ സിംഹം മതിയാവും. ഇതിന്റെ മുമ്പിൽ 10 അഞ്ഞൂറാൻ ഒന്നിച്ചു നോക്കിയാലും ജയിക്കാൻ കഴിയില്ല. എഡ്വിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും, ശരിയാ എഡ്വിൻ, അവന്മാരെ എല്ലാം ഇവനെ വെച്ച് കടിച്ച് കീറിക്കും ഞാൻ എന്ന് പറഞ്ഞ് വിമലും കൂടെ ചിരിച്ചു. എന്നാലൊരു പ്രശ്നമുണ്ട് എഡ്വിൻ. ഇവൻ എന്റെ മുത്തശ്ശന്റെ പെറ്റായതുകൊണ്ട് ഇത് ഞാൻ പറയുന്നത് അനുസരിക്കില്ല. മുത്തശ്ശൻ പറയുന്നത് മാത്രമേ അനുസരിക്കൂ. അതേസമയം എന്നെ ആരെങ്കിലും അടിച്ചാ ഇവൻ അവരെ കടിച്ച് കീറും. ഇവൻ ഞാൻ പറയുന്നത് അനുസരിക്കുമെങ്കില് ഇപ്പൊ തന്നെ ആ കഥ കഴിക്കാമായിരുന്നു. പക്ഷേ അത് നടക്കില്ലല്ലോ. അതുകൊണ്ട് കാത്തിരിക്കാം. വിമൽ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. നീ പറയുന്നത് ശരിയാണ്, പക്ഷെ 4 എല്ലും കഷ്ണം കാണിച്ചാ ഇത് നീ പറയുന്നതും കേൾക്കും. എഡ്വിൻ അവനോട് പറഞ്ഞു. അതും ശരിയാ, തിന്നാൻ കൊടുത്തു നോക്കിയാ ഇത് ചിലപ്പോ പറയുന്നത് കേൾക്കുമായിരിക്കുമല്ലേ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് വിമൽ നടന്നതും അവന്റെ മുമ്പിൽ ഫുഡ്വേ എന്ന ബോർഡ് കണ്ടു. വാ, അകത്തേക്ക് പോവാം. ഇന്ന് നടന്നതിനൊക്കെ രാത്രി മുഴുവൻ കുടിച്ചാലും മതിയാവില്ല. ഫുഡ്വേ ഹോട്ടലിന്റെ അകത്തേക്ക് വിമലിനെയും കൊണ്ട് കയറുന്നതിനിടയിൽ എഡ്വിൻ പറഞ്ഞു. സർ, വെൽക്കം സർ എന്ന് ഹോട്ടലിലെ ഒരാൾ വന്ന് അവരോട് പറഞ്ഞു. മിസ്റ്റർ കാബിൽ, ഞങ്ങൾക്ക് നല്ലതുപോലെ കുടിച്ച് ആർമാദിക്കാനും കഴിക്കാനും പറ്റിയ ഒരു സ്ഥലം നോക്കി കാണിച്ചു തരൂ. ഇന്ന് നല്ല ടെൻസ്ഡ് ആയിട്ടുള്ള ദിവസമായിരുന്നു, ഒന്ന് റിലാക്സ് ആവണം. വിമൽ ഫുഡ്വേ മാനേജറിനോട് പറഞ്ഞു. അതിനു മുമ്പ് ദാ ഇവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. ഒരു കാര്യം ചെയ്, ഒരു കാട്ടിരമയുടെ തലവെട്ടി അങ്ങനെ തന്നെ അവന് കഴിക്കാൻ കൊടുത്തേക്ക്. തനിക്ക് പിന്നിലായി നിൽക്കുന്ന സിംഹത്തെ കാണിച്ചുകൊണ്ട് എഡ്വിൻ പറഞ്ഞു. വിമൽ ഫുഡ്വേയിൽ എപ്പോൾ വന്നാലും അവന് അവിടെ ഒരു ബഹുമാനം ലഭിച്ചിരുന്നു. വിമലിന്റെ മുത്തച്ഛൻ മാജിക് സ്കൂളിന്റെ പേര് കേട്ട പ്രൊഫസർ ആയിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ തുടങ്ങിയതായിരുന്നു ഈ ഫുഡ്വേ. അത് പിന്നീട് നല്ല പ്രശസ്തി ആർജിച്ചതും മുത്തച്ഛന്റെ ഇടപെടലുകൾ കാരണം അതിനെ മാജിക് സ്കൂളിന്റെ ഒരു ഭാഗമാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ ഈ ഹോട്ടലിന്റെ അന്നത്തെ ഉടമസ്ഥൻ നരേന്ദ്രന്റെ കുടുംബത്തിന് എപ്പോഴും ബഹുമാനം കൊടുക്കണമെന്ന് ഹോട്ടൽ സ്റ്റാഫുകളോട് ഉത്തരവിട്ടിരുന്നു. എഡ്വിൻ ഇതിനു മുമ്പും ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും അന്നൊന്നും കിട്ടാത്ത ബഹുമാനമാണ് അവൻ ഇന്ന് കിട്ടിയത്. താൻ വിമലിന്റെ കൂടെ വന്നത് കൊണ്ടാണ് അവർ തന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് എഡ്വിന് മനസ്സിലായിരുന്നു. പക്ഷേ
വിമലിന് കിട്ടുന്ന ഈ ബഹുമാനം അവന്റെ മുത്തശ്ശൻ കാരണം മാത്രമാണെന്ന് എഡ്വിൻ അറിയാമായിരുന്നു. ഹോട്ടൽ സ്റ്റാഫ് അവരെ അവിടുത്തെ ഒരു സ്പെഷ്യൽ ഏരിയയിലേക്ക് കൊണ്ടുപോയി. അവർ അകത്തേക്ക് കയറുന്നതിനിടയ്ക്ക് എഡ്വിൻ മാത്രം എന്തോ കണ്ട് ഞെട്ടി നിന്നു. വിമൽ, ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ് വിമലിനെ അവിടെ പിടിച്ചു നിർത്തി. ഇതവനാവാൻ വഴിയില്ല എന്ന് പിറുപിറുത്തുകൊണ്ട് താൻ കണ്ടത് ശരി തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി 2 അടി മുന്നിലേക്ക് വെച്ച് വീണ്ടും സൂക്ഷിച്ചു നോക്കി. ഇതവൻ തന്നെയാണ് ചേതൻ. ഉറച്ച ശബ്ദത്തിൽ ഞെട്ടലോടെ എഡ്വിൻ പറഞ്ഞു. എന്ത്, ചേതനോ എന്ന് ചോദിച്ചുകൊണ്ട് വിമൽ എഡ്വിന്റെ അടുത്തേക്ക് നീങ്ങി നിന്നും നോക്കി. ഇവൻ ഇവിടെ വരാൻ മാത്രമുള്ള ക്യാഷ് എവിടെന്നാ? എഡ്വിൻ ചോദിച്ചു. അതാ ഞാനും ആലോചിക്കുന്നത്. അവന്റെ മുഖം കണ്ടിട്ട് തന്നെ എനിക്ക് ദേഷ്യം വരുന്നു, വിമൽ ദേഷ്യത്തോടെ പറഞ്ഞു. വിമൽ, അവന്റെ കൂടെയുള്ളത് ആരാണെന്ന് നോക്കിക്കേ, എഡ്വിൻ എരുതിയിൽ എണ്ണൊഴിക്കുന്നത് പോലെ പറഞ്ഞു. ശിവന്യ, ഇവളെന്താ ഇവന്റെ കൂടെ? ശിവന്യയെ കണ്ട വിമൽ ചോദിച്ചു. കണ്ടോ വിമൽ, ഒരൊറ്റ ദിവസം കൊണ്ട് കുടിയനായി നടന്നിരുന്ന അവനെല്ലാം മാറ്റിമറിച്ചില്ലേ? രാവിലെ നമ്മൾ അപമാനിച്ചതും പോരാ, ഇപ്പോതാ സുന്ദരിയായ ഒരു പെണ്ണിന്റെ കൂടെ ഡേറ്റിനും വന്നിരിക്കുന്നു. വിമലിന്റെ ഉള്ളിലെ കനലിലേക്ക് പെട്രോൾ കോരി ഒഴിച്ചുകൊണ്ട് എഡ്വിൻ പറഞ്ഞു. വിമലിന്റെ മുഖം കോപം കൊണ്ട് ചുവന്നിരുന്നു. അവൻ ദേഷ്യത്തിൽ മുഷ്ടി ചുരട്ടിക്കൊണ്ട് ചേതന നോക്കി. ഞാൻ അവളെ എത്ര തവണ ഡിന്നറിന് വിളിച്ചിട്ടെന്നറിയുമോ? അപ്പോഴെല്ലാം നിരസിച്ചവളാണ് ഇപ്പൊ അവന്റെ കൂടി ചിരിച്ചു കളിച്ചിരിക്കുന്നത്, വിമൽ ദേഷ്യത്തോടെ പറഞ്ഞു. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്ര മിടുക്കനായ ഡോൺ 5 ലെവലിലുള്ള സാറിനില്ലാത്ത എന്താണ് അവനുള്ളത്? എഡ്വിൻ അവനെ പിരികയറ്റിക്കൊണ്ടിരുന്നു. വിമലിനെ ചേതന്റെ നേരെ തിരിച്ചുവിടുക എന്നതായിരുന്നു എഡ്വിന്റെ ലക്ഷ്യം. രാവിലെ അഞ്ഞൂറാനുമായുണ്ടായ പ്രശ്നത്തിന് ശേഷം വിമലിന്റെ മുഴുവൻ ശ്രദ്ധയും ചേതനയിൽ നിന്നും മാറി അഞ്ഞൂറാനിലേക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ് കിട്ടിയ അവസരം മുതലെടുത്ത് എഡ്വിൻ വിമലിനെ വീണ്ടും ചേതന നേരെ തിരിച്ചു. അതാ എഡ്വിൻ എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ അവളെ ഡിന്നറിന് ക്ഷണിച്ചപ്പോ എല്ലാം അവൾ എന്നെ അവോയ്ഡ് ചെയ്തിട്ടേ ഉള്ളൂ. അത് കണ്ട് അവൾക്ക് ആരുടെ കൂടെയും ഡിന്നറിന് ചെല്ലാൻ താല്പര്യമില്ലെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത്, എന്റെ കൂടെ വരാനാണ് അവൾക്ക് താല്പര്യമില്ലാതിരുന്നത്, വിമൽ ദേഷ്യത്തോടെ പറഞ്ഞു. ചെന്ന് അവനൊരു പാഠം പഠിപ്പിക്കും വിമൽ, ഇത് തന്നെയാണ് പറ്റിയ അവസരം, എഡ്വിൻ തക്ക് നോക്കി പറഞ്ഞു. ഇത് കേട്ട വിമൽ മുന്നോട്ട് നടന്നെങ്കിലും പിന്നീട് എന്തോ ഓർത്തത് പോലെ അവിടെ തന്നെ നിന്നു. എന്താ വിമൽ, എന്തു പറ്റി? എഡ്വിൻ ചോദിച്ചു. നീ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷെ ഞാനിപ്പോ പോയി പ്രശ്നം ഉണ്ടാക്കിയ ശിവനിക്ക് എന്നോടുള്ള മതിപ്പ് കുറഞ്ഞു പോയാലോ? ഇപ്പൊ വേണ്ട, അവന്റെ കാര്യം പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് വിമൽ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും എഡ്വിൻ പറഞ്ഞു. എങ്കി എന്റെ കയ്യിൽ വേറൊരു പ്ലാൻ ഉണ്ട്. എന്ത് പ്ലാൻ? വിമൽ തിരക്കി. എന്തായാലും ഡിന്നറിന്റെ പൈസ കൊടുക്കാൻ പോകുന്നത് അവനായിരിക്കും. അവന്റെ 1 മാസത്തെ ശമ്പളം മുഴുവൻ എടുത്തിട്ടാവും അവൻ ഇവിടെ വന്നിട്ടുണ്ടാവുക. അപ്പോ അവന് താങ്ങാൻ കഴിയാത്ത വിധത്തില് ഒരു ബില്ല് കൊടുക്കണം. ഇവിടുത്തെ സ്റ്റാഫ് ചെയ്താലും നീ പറയുന്നത് കേക്കില്ലേ? അത് മാത്രമല്ല, ഇവിടെ വരുന്നവരാരും വില ചോദിച്ചിട്ടല്ല കഴിക്കുന്നത്. കഴിച്ചു കഴിഞ്ഞിട്ട് വരുന്ന ബില്ല് അത് പേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോ വന്ന ബില്ല് പേ ചെയ്യാൻ പറ്റാതെ അവൻ നാണം കെടുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതും അവൻ ഡിന്നറിന് വിളിച്ചുകൊണ്ട് വന്ന നിന്റെ പെണ്ണിന്റെ മുമ്പിൽ വെച്ച്. ഈ സിറ്റുവേഷനിൽ നീ കയറി ഇടപെട്ട് രക്ഷിച്ച ശിവന്യക്ക് നിന്നോടുള്ള മതിപ്പും കൂടും, ചേതൻ നാണം കെടുകയും ചെയ്യും, എഡ്വിൻ തന്ത്രപൂർവ്വം പറഞ്ഞു. നിന്റെ പ്ലാൻ എന്തായാലും കൊള്ളാം, ഒരു വെടിക്ക് 2 പക്ഷി. വിമലും അതിനെ ശരിവെച്ചുകൊണ്ട് വന്യമായി ചിരിച്ചു. 25. എഡ്വിൻ പറഞ്ഞ പ്ലാൻ കേട്ടതും അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് വിമൽ ചിരിച്ചു. എന്തുകൊണ്ടാണ് എഡ്വിൻ അക്കാദമിയിൽ ഇത്ര കുപ്രസിദ്ധനായത് എന്ന കാര്യം വിമലിന് ഇപ്പോഴാണ് മനസ്സിലായത്. കുരുട്ടുബുദ്ധി ഉപയോഗിച്ച് ഇങ്ങനെയുള്ള വഴികളിലൂടെ എതിരാളികളെ വീഴ്ത്തുന്ന അയാളുടെ കഴിവ് അപാരം തന്നെ. എഡ്വിനും വിമലും തനിക്ക് എതിരെ പ്ലാൻ ചെയ്യുന്നത് അറിയാതെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുകയാണ് ചേതൻ. ഇവിടുള്ള ഭക്ഷണമെല്ലാം ഭൂമിയിലും ഉള്ളതാണെങ്കിലും ഇവിടെയുള്ളതിന് ഭൂമിയിലുള്ളതിനേക്കാൾ രുചി കൂടുതലുണ്ട്. ഇവരെന്ത് ടെക്നിക്കാണാവോ ഉപയോഗിക്കുന്നത്? ചേതൻ മനസ്സിലോർത്തു. ഇതേ സമയം ഭക്ഷണത്തിൽ നിന്ന് ഒരു നോട്ടം പോലും മാറാതെ കഴിക്കുന്നത് കണ്ട ചേതനെ ഒരു നെടുവീർപ്പോടെ നോക്കിയിരിക്കുകയാണ് ശിവന്യ. എന്നെ എത്ര പേർ ഡിന്നറിന് വിളിച്ചിട്ടുണ്ട്, എന്നിട്ട് അവരോടൊപ്പം ഒന്നും പോകാതെ ഞാൻ വന്നത് ഇവന്റെ കൂടെ. എന്നിട്ട് ഇവനാണെങ്കിലോ ഭക്ഷണത്തിൽ നിന്ന് തലയുയർത്തുന്നതേയില്ല. വല്ലാത്ത ആൾ തന്നെ, ശിവന്യ നെടുവീർപ്പോടെ മനസ്സിൽ പറഞ്ഞു. ചേതൻ തന്നെ ശ്രദ്ധിക്കാത്തതാണ് അവളുടെ ഇപ്പോഴത്തെ പ്രശ്നം. അവൾ അതും ചിന്തിച്ചിരിക്കുമ്പോൾ മാഡം ബിൽ
എന്ന് പറഞ്ഞ് വെയിറ്റർ അവിടേക്ക് വന്നു. അയാൾ കൊണ്ടുവന്ന ബില്ല് കണ്ടതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. അവളുടെ മുഖത്ത് ഞെട്ടൽ തെളിവായിരുന്നു. 1850 സ്വർണ്ണ നാണയങ്ങൾ എന്നായിരുന്നു ബില്ലിലുണ്ടായിരുന്നത്. എന്ത്, 1850 സ്വർണ്ണ നാണയങ്ങളോ? ശിവന്യ ഞെട്ടലോടെ ചോദിച്ചു. എങ്ങനെയാണ് ഇത്രയും വലിയൊരു ബില്ല് വന്നത്? അവൾ ചിന്തിച്ചു. ശിവന്യ നല്ല രീതിയിൽ ശമ്പളം വാങ്ങിക്കുന്ന ഒരു അധ്യാപികയാണെങ്കിൽ കൂടിയും അവളുടെ ഒരു മാസത്തെ ശമ്പളം തന്നെ 1000 സ്വർണ്ണ നാണയങ്ങളായിരുന്നു. പക്ഷെ ഇത് ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ ബില്ല് തന്നെ അവളുടെ ഒരു മാസത്തെ ശമ്പളത്തെക്കാൾ അധികമായിരുന്നു. ഒരു നേരം കഴിച്ചതിന്റെ ബില്ല് ഒരു മാസത്തെ ശമ്പളത്തെക്കാൾ കൂടുതലോ എന്നാലോചിച്ചുകൊണ്ട് അവൾ വെയിറ്ററുടെ നേരെ തിരിഞ്ഞു. നിങ്ങൾക്ക് ബില്ല് മാറിപ്പോയതാന്ന് തോന്നുന്നു. ഞങ്ങൾ കഴിച്ചതൊന്നും 100-ന് മേലെ വരില്ല. പിന്നെ എങ്ങനെയാണ് ബില്ല് 1000-ന് മേലെ വന്നത്? ശിവന്യ അയാളോട് ചോദിച്ചു. ബില്ല് മാറിയതൊന്നുമല്ല മാഡം, ഇത് നിങ്ങളുടെ ബില്ല് തന്നെയാണ്. നിങ്ങൾ എനർജി ഡ്രിങ്ക് ഓർഡർ ചെയ്തിരുന്നല്ലോ. നിങ്ങൾ ഓർഡർ ചെയ്ത ഡ്രിങ്ക് ഇവിടെ അവൈലബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കോസ്റ്റ്ലി ആയ മറ്റൊരു ഡ്രിങ്കാണ് സെർവ് ചെയ്തത്, വെയിറ്റർ പറഞ്ഞു. ഇത് മുഴുവനും എഡ്വിന്റെയും വിമലിന്റെയും പണിയാണെന്ന് അറിയാതെ ശിവന്യ ഞെട്ടി നിന്നു. ഓർഡർ ചെയ്ത ഡ്രിങ്ക് ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാ പോരെ? അതിനു പകരം ഇവരെന്തിനാണ് കോസ്റ്റ്ലി ആയ മറ്റൊന്ന് കൊണ്ടുതരുന്നത്, അതും വില പോലും പറയാതെ? ശിവന്യ പല്ല് കടിച്ചുകൊണ്ട് മനസ്സിലോർത്തു. എക്സ്ക്യൂസ് മീ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ സെർവ് ചെയ്ത ഡ്രിങ്ക് കോസ്റ്റ്ലി ആണെന്ന് എന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല? ശിവന്യ തന്റെ പതർച്ച വിട്ടുമാറാതെ അയാളോട് ചോദിച്ചു. മാഡം, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? കസ്റ്റമേഴ്സ് എന്താണ് ഓർഡർ ചെയ്യുന്നത് അത് സെർവ് ചെയ്യുന്നതാണ് ഞങ്ങളുടെ ജോലി. അല്ലാതെ നിങ്ങൾ ചോദിക്കാതെ അതിന്റെ എല്ലാം വില അങ്ങോട്ട് വന്ന് പറയേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഞങ്ങളായിട്ട് അങ്ങോട്ട് വന്ന് പറഞ്ഞാ നിങ്ങൾ ചോദിക്കില്ലേ ഇത്രയും പൈസ തരാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നൊക്കെ? വെയിറ്റർ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. ശിവന്യ തന്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന് മനസ്സിലാക്കി എന്തു പറയണമെന്ന് അറിയാതെ നിന്നു. എന്താ മാഡം ഒന്നും പറയാൻ നിൽക്കുന്നത്? തെറ്റ് ഞങ്ങളുടെ ഭാഗത്താണോ മാഡത്തിന്റെ ഭാഗത്താണോ? മാഡം ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എപ്പോഴും വരുന്ന മാഡം എങ്ങനെ പറയാമോ എന്ന് വെയിറ്റർ ചോദിച്ചതും താൻ ഇവിടെ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അവൾക്ക് മനസ്സിലായി. അതുമാത്രമല്ല, താൻ ഇവിടെ തർക്കിച്ചാൽ അത് തന്റെ സൽപ്പേരിനെ ബാധിക്കുമെന്ന് വിചാരിച്ച് ബിൽ പേ ചെയ്യാനായി തന്റെ ഹാൻഡ് ബാഗ് കയ്യിലെടുത്തു. അത് തുറന്നു നോക്കി. അതിലും തനിക്ക് ആവശ്യമായ പണമില്ലെന്ന് കണ്ടതും അവൾ ഒന്ന് പതറി. ഇതിലാകെ 100 സ്വർണ്ണ നാണയങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യും? അവൾ ആലോചിച്ചു. എന്റെ കയ്യിലിപ്പോ ബിൽ എമൗണ്ട് സെറ്റിൽ ചെയ്യാനുള്ള പണമില്ല. ഞാൻ നാളെ വന്ന് സെറ്റിൽ ചെയ്താൽ മതിയാവോ? ശിവന്യ അയാളോട് ചോദിച്ചു. ശിവന്യ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ ഡിന്നർ കഴിക്കാൻ പോകാൻ പ്ലാൻ ചെയ്തിരുന്നില്ല. ലൈബ്രറിയിൽ വന്ന് പുസ്തകങ്ങൾ വായിക്കണം എന്ന് മാത്രമേ അവൾ കരുതിയിരുന്നുള്ളൂ. ഇങ്ങനെ ചേതന്റെ കൂടെ ഡിന്നർ കഴിക്കാൻ വരുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവളുടെ കയ്യിൽ ആവശ്യമായ പണം ഉണ്ടായിരുന്നില്ല. കയ്യിലാകെ 100 സ്വർണ്ണ നാണയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെയിറ്റർ എന്തു പറയുമെന്നറിയാതെ അവൾ ടെൻഷനിൽ തന്റെ ബാഗിന്റെ ഹാൻഡിൽ മുറുകെ പിടിച്ചു. ഡിന്നർ വാങ്ങിത്തരാം എന്ന് പറഞ്ഞ ഒരാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അയാളെ ഇങ്ങനെ നിർത്തേണ്ടി വന്നതിലായിരുന്നു അവൾക്ക് കൂടുതൽ വിഷമം. ഇത് താൻ ചേതനെ വിളിച്ചുകൊണ്ട് വന്ന് അപമാനിച്ചത് പോലെ ആയില്ലേ എന്നവൾ ചിന്തിച്ചു. മേഡത്തിനെ കണ്ടാല് ഒരു മാന്യെ പോലെ തോന്നുമല്ലോ. പൈസ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഹോട്ടലിൽ കഴിക്കാൻ വരുന്നത്? അതും 1-2 രൂപയല്ല, 1850 സ്വർണ്ണ നാണയമാണ് നിങ്ങളുടെ ബില്ല്. അത്രയും എമൗണ്ട് വെറുതെ കളയാൻ വേണ്ടിയല്ല ഇവിടെ ഹോട്ടൽ നടത്തുന്നത്. അതുകൊണ്ട് മര്യാദയ്ക്ക് പൈസ തരാൻ നോക്ക് എന്ന് കടുപ്പത്തോടെ വെയിറ്റർ പറഞ്ഞതും ശിവന്യയുടെ മുഖം വാടി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആകെ നാണക്കേടായല്ലോ, അവൾ മനസ്സിൽ ചോദിച്ചു. എന്തു പറ്റി? എന്താണ് ഇവിടെ പ്രശ്നം എന്നൊരു ഗാംഭീര്യമുള്ള ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടു. വിമലും എഡ്വിനും വിമലിന്റെ ഭീമാകാരനായ സിംഹത്തിന്റെ കൂടെ പ്രൗഢിയോടെ നടന്നു വന്നു. വെള്ള നിറമുള്ള വസ്ത്രത്തിൽ വിമൽ ഒരു പാവത്തിനെ പോലെ ഇരുന്നെങ്കിലും അവന്റെ പിന്നിൽ നടന്നിരുന്ന സിംഹം അവന്റെ ഗാംഭീര്യത്തെ എടുത്തുകാട്ടി. എഡ്വിനും തന്റെ പിന്നിലുള്ള സിംഹത്തിന്റെ ധൈര്യത്തിൽ തലയുയർത്തി നടന്നു. അടുത്തേക്ക് എത്തും തോറും വിമലിന്റെ മുഖത്തെ നീര് വ്യക്തമായി കാണാൻ തുടങ്ങിയെങ്കിലും അവനത് കാര്യമാക്കാതെ മുന്നോട്ട് നടന്നു. ശിവന്യ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ പെട്ടെന്ന് ഹോട്ടലിലൊക്കെ? ശിവന്യെ കണ്ടതും അവളെ അപ്രതീക്ഷിതമായി കണ്ടതുപോലെ അഭിനയിച്ചുകൊണ്ട് വിമൽ ചോദിച്ചു. ശിവന്യ എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞു. അല്ല അത് വിട്, ഇവിടെ എന്താ പ്രശ്നം? നിങ്ങൾ ഒച്ച വെക്കുന്നത് കേട്ടു. എന്താ കാര്യം? വിമൽ വെയിറ്ററോട് ചോദിച്ചു. സാർ, അതൊന്നുമില്ല എന്ന് ഭയത്തിൽ ആ വെയിറ്റർ പറഞ്ഞു. കാര്യം പറയേ, വിമൽ വീണ്ടും ചോദിച്ചു. അത് വേറൊന്നുമില്ല സാർ, ഇവർ രണ്ടുപേരും ഒന്ന് നല്ലതുപോലെ ഭക്ഷണം കഴിച്ചിട്ട് പണം ചോദിച്ചപ്പോ അവരുടെ കയ്യിൽ ഇല്ലെന്ന് പറയുന്നു.
വെയിറ്റർ വിമലിനോട് പറഞ്ഞു. വിമൽ ഒന്ന് തലയാട്ടിക്കൊണ്ട് ചേതനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു, ചേത, നിന്നെ അഡ്വൈസ് ചെയ്യുകയാണെന്ന് വിചാരിക്കരുത്. നീ മാജിക് സ്കൂളിൽ തന്നെ നല്ല ചീത്തപ്പേര് വാങ്ങിയ ആളാണ്. അത് പോരാഞ്ഞിട്ട് പുറത്തൊരു ഹോട്ടലിൽ ശിവനെ വിളിച്ചു വരുത്തിക്കൊണ്ടുവന്ന് പണമില്ലെന്ന് പറഞ്ഞ് അവളെയും കൂടെ അപമാനിക്കണോ? കേട്ടല്ലോ, അത് നിനക്കുള്ളതാ. ചേതൻ ശിവന്യയുടെ ചെവിയിൽ പറഞ്ഞു. വിമൽ പറഞ്ഞത് കേട്ട് തന്നെ വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു ശിവന്യ. അതിന്റെ കൂടെ ചേതൻ പറഞ്ഞത് കൂടെ ആയതും അവൾക്ക് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. അവൾ തന്റെ സീറ്റിൽ നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് വിമലിന് നേരെ തിരിഞ്ഞു. വിമൽ, നീ ആരാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എന്നെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്ന നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത് എന്ന് പല്ല് കടിച്ചുകൊണ്ട് ശിവന്യ ചോദിച്ചു. ശിവന്യ പെട്ടെന്ന് ഇങ്ങനെ ചാടി എഴുന്നേക്കുമെന്ന് വിമൽ കരുതിയിരുന്നില്ല. ഇവളിപ്പോ എന്തിനാ എന്റെ മെക്കിട്ട് കയറുന്നേ? ഞാനതിന് ഇവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ, വിമൽ ചിന്തിച്ചു. ശിവന്യ, ഞാൻ നിന്നെ അല്ല പറഞ്ഞത്, ചേതനയാണ്. പൈസ ഇല്ലാതെ നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് അവൻ കാരണം നിനക്കും അപമാനായില്ലേ? എന്തിന്, നമ്മുടെ അക്കാദമിക്ക് വരെ ചീത്തപ്പേരായി. വിമൽ അവളെ സമാധാനിപ്പിക്കാനായി പറഞ്ഞത് കേട്ടതും അവളുടെ മുഖം കൂടുതൽ ഇരുണ്ടു. ശിവന്യയുടെ ദേഷ്യത്തിന്റെ കാരണം അറിയാതെ വിമൽ ആകെ പരിങ്ങലിലായി. സാർ, ഒരു മിനിറ്റ്. വെയിറ്റർ ഇടയിൽ കയറി. ഇനി തനിക്ക് എന്താണോ പറയാനുള്ളത്? എന്താന്ന് വെച്ചാ പറഞ്ഞു തൊലയ്ക്ക്. വിമൽ അയാളോട് തട്ടിക്കേറി. അതെ സാർ, സാർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മേഡമാണ് അയാളെ ഡിന്നറിന് വിളിച്ചുകൊണ്ട് വന്നത് എന്ന് വെയിറ്റർ പറഞ്ഞതും വിമൽ ഞെട്ടി. ശിവന്യയായിരിക്കും ചേതൻ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് വിമൽ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. വിമൽ ഒരുപാട് തവണ ഡിന്നറിന് വിളിച്ചിട്ടും ശിവന്യ ഒരു തവണ പോലും ചെന്നിട്ടില്ല. അങ്ങനെയുള്ളവൾ ചേതനെ വിളിച്ചുകൊണ്ട് വന്നത് കണ്ട് ദേഷ്യത്തിൽ അവന്റെ മുഖം ചുമന്നു. എന്ത്, ശിവന്യ ഇവനെ ഡിന്നറിന് കൊണ്ടുവന്നോ? ഉള്ളിൽ കത്തിയെരിയുന്ന ദേഷ്യത്തോടെ വിമൽ ചോദിച്ചു. ശിവന്യ, ഇയാൾ പറയുന്ന സത്യമാണോ? ഞാൻ എത്ര തവണ നിന്നെ ഡിന്നറിന് വിളിച്ചിട്ടുണ്ട്, അപ്പോഴൊന്നും വരാത്ത നീ എന്താ ഇന്ന് ഇവന്റെ കൂടെ വന്നത്? ശരി, അത് വിട്, അതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാം. ഇപ്പൊ ബില്ലല്ല പ്രശ്നം, അത് ഞാൻ കൊടുക്കാം. ഞാനിവിടെ ഉള്ളപ്പോ നിന്നെ നാണകട ഞാൻ അനുവദിക്കില്ല എന്ന് അവളെ നോക്കി ഒലിപ്പിച്ചുകൊണ്ട് വിമൽ പറഞ്ഞു. എന്നാൽ ശിവന്യ ആവട്ടെ അവനെ വെറുപ്പോടെയാണ് നോക്കിയത്. ശിവന്യയുടെ ബില്ല് ഞാൻ കൊടുത്തോളാം. അതുകൊണ്ട് ഇവിടെ പ്രശ്നമുണ്ടാക്കിയതിന് അവളോട് മാപ്പ് പറഞ്ഞിട്ട് വന്ന വഴി പോകാൻ നോക്ക് എന്ന് വലിയ ആളെ പോലെ ആ വെയിറ്ററോട് വിമൽ ആജ്ഞാപിച്ചു. സാർ ഈ ഹോട്ടലിലെ സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. അതുകൊണ്ട് സാറിന്റെ അടുത്തുനിന്ന് പണം വാങ്ങിയ എന്റെ പണി പോവും. ആ വെയിറ്റർ വിമൽ പഠിപ്പിച്ചു വിട്ട സ്ക്രിപ്റ്റ് അതുപോലെ തന്നെ പറഞ്ഞു. അത് കേട്ടിട്ടും കേൾക്കാത്തതുപോലെ നടിച്ചുകൊണ്ട് പറഞ്ഞു. ശിവന്യ എന്റെ കൂടെയായിരുന്നു വന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇത് വേറെ ഏതൊരുത്തന്റെ കൂടെയാണ് വന്നിരിക്കുന്നത്. അപ്പോ ബില്ല് ഞാൻ പേ ചെയ്യുന്നത് തന്നെയാണ് അതിന്റെ ശരി. സോ ബില്ല് എത്രയെന്നോടാ എന്ന് തന്റെ ഷർട്ട് നേരാക്കിക്കൊണ്ട് ഗമയോടെ വിമൽ പറഞ്ഞു. ആക്ടിങ് എന്തായാലും കൊള്ളാം, ബട്ട് ഐ നോ യു എന്ന് പറഞ്ഞ് ശിവന്യ തന്റെ കയ്യിലെ മോതിരം ഊരി. ഈ മോതിരത്തിന് കുറഞ്ഞത് 5000 സ്വർണ്ണ നാണയങ്ങളെങ്കിലും വില കാണും. നിങ്ങൾക്ക് ആരുടെ അടുത്ത് വേണമെങ്കിലും അത് കാണിച്ചു നോക്കാം. ഞാൻ നാളെ വന്ന് ബില്ല് സെറ്റിൽ ചെയ്തിട്ട് ആ മോതിരം തിരികെ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് ശിവന്യ ആ മോതിരം വെയിറ്ററിന്റെ കയ്യിലുള്ള ട്രെയിലേക്ക് വെച്ചു. ഇത് ഇങ്ങനെയല്ലല്ലോ വരേണ്ടിയിരുന്നത്, നമ്മുടെ പ്ലാൻ ഇങ്ങനെയായിരുന്നില്ലല്ലോ എന്നോർത്തുകൊണ്ട് വിമലിനി എന്ത് ചെയ്യുമെന്ന പോലെ എഡ്വിനെ നോക്കി. എഡ്വിൻ എന്ത് ചെയ്യുമെന്ന് അറിയാതെ തോൾ വെട്ടിച്ചു. ശിവന്യ, നീ റിങ്ങൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഫുഡ്വേ ഹോട്ടലിലുള്ള എന്റെ ഹോൾഡ് നിനക്കറിയാലോ. ഞാൻ പണം കൊടുക്കുന്നതിൽ വിരോധമാണെങ്കിൽ നിനക്ക് പണം കൊടുക്കാനുള്ള സമയമെങ്കിലും ഞാൻ വാങ്ങിത്തരാം. ഞാനുള്ളപ്പോ നീ റിങ്ങൊക്കെ കൊടുക്കേണ്ട ആവശ്യമില്ല. അവസരം മുതലെടുത്തുകൊണ്ട് വിമൽ പറഞ്ഞു. വിമൽ, ഞാൻ അപ്പോഴേ പറഞ്ഞു, ഇത് നിങ്ങളുടെ പ്രശ്നമല്ല. ഇതിൽ ഇൻവോൾവ് ആവേണ്ട കാര്യവും നിങ്ങൾക്കില്ല. എന്റെ പ്രശ്നം ഹാൻഡിൽ ചെയ്യാൻ എനിക്കറിയാം എന്ന് പറഞ്ഞവൾ വെയിറ്ററിന് നേരെ തിരിഞ്ഞു. നിങ്ങൾക്ക് പൈസയല്ലേ വേണ്ടത്? ദാ, ഈ റിങ്ങിന് നിങ്ങൾക്ക് ഞാൻ തരാനുള്ളതിനേക്കാൾ വിലയുണ്ട്. ഇതിവിടെ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പണം തിരികെ തരുമ്പോ ഇതെനിക്ക് തന്നാ മതി. അത്രയും പറഞ്ഞ് ശിവന്യ അവിടെ നിന്നും പോകാനൊരുങ്ങി. വിമൽ പ്ലാൻ ചെയ്തതുപോലെ ഒന്നുമായിരുന്നില്ല അവിടെ നടന്നത്. തന്റെ കയ്യിലെ ട്രെയിലിരിക്കുന്ന ആ മോതിരത്തെ കണ്ട് ആ വെയിറ്റർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിമലിനെ നോക്കി. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യമായിരുന്നു അയാളുടെ നോട്ടത്തിൽ. താൻ എന്തിനാണോ എന്നെ നോക്കുന്നേ? ശിവന്യ പറഞ്ഞത് എന്താണോ അതിന് അവളോട് മറുപടി പറ. അവളെ നോക്കി ഒന്നും പറയാതെ എന്നെ നോക്കിയിട്ട് ഞാൻ എന്ത് പറയാനാണ് എന്ന് ഒന്നും അറിയാത്തതുപോലെ വിമൽ പറഞ്ഞു. വെയിറ്റർ തന്നെ നോക്കുന്നത് ശിവന്യയും ചേതനും കണ്ടതുകൊണ്ട് തന്നെ സംശയത്തിന് ഇട കൊടുക്കാതെ അത് ഒതുക്കാൻ വിമൽ ശ്രമിച്ചു. എന്നാൽ ശിവന്യ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും ചേതൻ അത് നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്നു. അമ്പോ, ഈ പ്ലാൻ ആരുടെ തലയിൽ ഉദിച്ചതാ? എഡ്വിൻ സാറിന്റെ ആണോ എന്ന് പരിഹാസത്തോടെ ചേതൻ ചോദിച്ചു. ഞാനോ?
ഞാനിതിൽ എന്ത് ചെയ്യുന്ന? ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നത് നിങ്ങൾ, കാശില്ലാതിരുന്നത് നിങ്ങൾക്ക്. എന്തിന്? വിമൽ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വേണ്ടെന്ന് പറഞ്ഞത് ഈ മാഡം. ഇത് ഞാൻ എന്ത് ചെയ്തിട്ട് എന്നെ വലിച്ചിടുന്നേ? ചേതന്റെ ചോദ്യം കേട്ട് ഭയന്ന എഡ്വിൻ തന്റെ മുഖത്ത് നിന്നും വിയർപ്പ് തുടച്ചുകൊണ്ട് ചോദിച്ചു, ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഇതാരുടെ പ്ലാനാണെന്ന് നമുക്കറിയാം. ചേതൻ അവരോട് പറഞ്ഞ് ശിവന്യയുടെ മോതിരം ആ ട്രേയിൽ നിന്നും എടുത്ത് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. അവന്റെ മനസ്സിൽ ഒരു കിടിലൻ പ്ലാൻ ഉണ്ടായിരുന്നു.